പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും ചിന്തിക്കണം. നമ്മുടെ മക്കളെ ദീനീ പ്രവർത്തനത്തിലേക്ക് പറഞ്ഞു വിടേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 50 പേരുള്ള ഒരു സംഘടന, ആ 50 യുവാക്കളുള്ള സംഘടനയാണെങ്കിൽ അതിൽപ്പെട്ട ഒരാളെങ്കിലും എന്തെങ്കിലും കാരണവശാൽ വിധിയുടെ കരാള ഹസ്തത്തിൽപ്പെട്ട് ഇവിടെ നിന്ന് നമ്മോട് വിട പറയേണ്ടി വന്നാൽ അള്ളാഹു എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അങ്ങനെയെങ്ങാനും വന്നു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 49 പേരുടെ വിഷമം എന്താ? വെറും സുഹൃത്ത് ബന്ധമോ കുടുംബ ബന്ധമോ സഹോദര ബന്ധമോ ഉണ്ടായാൽ പോലും ഇല്ലാത്തൊരു വിഷമം ഇവിടെ ഉണ്ടാകും. കാരണം എന്താ? ആ ബന്ധം കിട്ടിയത് വിശുദ്ധമായ ദീനിന്റെ പേരില്ല, അള്ളാഹിന്റെ ദീനിനു വേണ്ടി ഒന്നിച്ച കരങ്ങളാണ്, റബ്ബിന്റെ ദീനിനു വേണ്ടിയിട്ട് പണിയെടുത്ത കാലുകളാണ്, ആ ദീനിനു വേണ്ടി ഓടി നടന്നു എന്ന കാരണം കൊണ്ട് മണ്ണ് പറ്റിയ കാലുകളാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ആ വിഷയത്തിൽ ഈ പന്തൽ കെട്ടാനും സ്റ്റേജ് കെട്ടാനും നോട്ടീസ് അടിക്കാനും ഫ്ലെക്സ് അടിക്കാനും ക്ഷണിക്കാനും ഒക്കെ ഓടി നടന്നിരുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർ, അവരിൽ ആരെങ്കിലും ഒരാൾ ഈ ഭൂമി ലോകത്തുനിന്നും വിട പറഞ്ഞു പോയാൽ ബാക്കിയുള്ളവർ കരയുകയില്ലേ? അവരുടെ ഖബർ കാണുമ്പോൾ അവർക്ക് വിഷമം വരില്ലേ? എൻ്റെ കൂടെ ഇന്നലെ ഉണ്ടായവനല്ലേ എന്ന് ചിന്തിക്കുകയില്ലേ? അവന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയില്ലേ? ആ മനുഷ്യന്റെ ആഖിറത്തിലെ വിജയത്തിനു വേണ്ടി അവർ ഒറ്റക്കെട്ടായി ശ്രമിക്കും എന്നതിൽ സംശയമില്ല. എന്തിനേറെ പറയുന്നു, അവരിൽപ്പെട്ട അവരുടെ കുടുംബത്തിൽപ്പെട്ട അവരുടെ പിതാവോ മാതാവോ മരണപ്പെട്ടാലോ ഈ പറയപ്പെട്ട മക്കൾ നിഷ്കളങ്കരായ ഈ പ്രവർത്തകർ അവിടെ വന്നുകൊണ്ട് ആ മനുഷ്യന് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് ആമീൻ പറയുകയില്ലേ? ഇതൊക്കെ വലിയ നേട്ടമല്ലേ? നിഷ്കളങ്കരായ മക്കളുടെ ആ ദുആക്ക് ഇജാബത്തില്ലേ? ദീനീ പ്രവർത്തകരുടെ വലിയ പദവിയാണത്. അത് കിട്ടുവാൻ നമുക്ക് യോഗമുണ്ടാവണം. അത് കിട്ടണമെങ്കിൽ നമ്മുടെ മക്കളെ അതിലേക്ക് പറഞ്ഞു വിടണം, പള്ളിയിലേക്ക് പറഞ്ഞു വിടണം, സംഘടനകളുമായി ബന്ധിപ്പിക്കണം. നാളെ എൻ്റെ ആഖിറം സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ മക്കൾ ഉതകണം എന്ന ഉറപ്പോടുകൂടി ആ വിഷയത്തിന് നാം തയ്യാറാവണം. ആ മക്കളെ കൊണ്ട് ഗുണം കിട്ടും എന്നൊരു നിർബന്ധവുമില്ല. പണം കൊണ്ടും മക്കളെ കൊണ്ടും ഗുണം കിട്ടാം, കിട്ടാതിരിക്കാം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വ ഖൈറുൻ അമലാ. അല്ലാഹുവിന്റെ വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് എന്താ? അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, അവന്റെ സമ്പത്തും അവന്റെ മക്കളും അത് ദുനിയാവിലെ പകിട്ടുകളാണ്, ദുനിയാവിലെ അലങ്കാരങ്ങളാണ്. ഒരു പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ടായേക്കാം, കിട്ടണമെന്നൊരു നിർബന്ധവുമില്ല. നമ്മുടെ മക്കളെ കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും ദുനിയാവെന്നും ആഖിറവും നമുക്ക് കിട്ടണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. മക്കളെ പള്ളിയുമായി അടുപ്പിക്കണം, മക്കളെ ദീനീ പ്രവർത്തനങ്ങളുമായി അടുപ്പിക്കണം, സംഘടനകളുമായി ബന്ധിപ്പിക്കണം. സംഘടനാ പ്രവർത്തനത്തിനൊന്ന് പോയി വന്നു എന്നതിൻ്റെ പേരിൽ അല്പം താമസിച്ചാൽ അവരുടെ നേരെ കുതിര കയറാൻ പാടില്ല. അവർ മറ്റൊന്നിനും അല്ലോ പോകുന്നത്, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയിട്ടാണല്ലോ. ആ വിഷയത്തിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. നല്ല മക്കളായി അവർ വളരുകയും ദീനിനും സമുദായത്തിനും കുടുംബത്തിനും ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂട്ടത്തിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്രത്തോളം ഭീകരമായിട്ടുള്ള കാര്യങ്ങളെ സഹായത്തിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സഹായിക്കും എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും അവസാനമായി കണ്ട ഒരു ചിത്രമാണ്. ഒരുവൻ അവൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും അവസാനമായി കണ്ട ചിത്രം, സുനാമി തിരമാലകൾ വീശിയടിച്ചു തെങ്ങോളം പൊക്കത്തിൽ വന്നു. അവൻ തൻ്റെ ഡിജിറ്റൽ ക്യാമറയിൽ ആ ഫോട്ടോ എടുത്തു. പിന്നീട് കടൽ വന്ന് ആ പ്രദേശം തന്നെ അങ്ങ് ഒലിപ്പിച്ചു കൊണ്ടുപോയി. 2004 ഡിസംബറിൽ നടന്ന ഈ സുനാമി സുമാത്രയിലെ സുനാമി തിരമാലകളിൽ പെട്ടുകൊണ്ട് ഈ പ്രദേശം തന്നെ ഇപ്പോൾ കാണാനില്ല. 2006 ജൂൺ മാസത്തിൽ കടലിൽ നിന്നും കിട്ടിയ ഡിജിറ്റൽ ക്യാമറയിലെ മെമ്മറി കാർഡിൽ നിന്നും കോപ്പിയെടുത്ത് കിട്ടിയിട്ടുള്ള ചിത്രമാണ് നിങ്ങളെ കാണുന്നത്. 1.5 വർഷത്തിന് ശേഷം കടൽ കൊണ്ടുപോയി. 1.5 കൊല്ലത്തിന് ശേഷം തീരത്തണഞ്ഞ ആ സുനാമി തിരമാലകളിൽ പെട്ട് നശിച്ചുപോയ സ്ഥലത്തിന് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ദൂരങ്ങൾക്കപ്പുറം കടലിൽ നിന്നും കരയിലണഞ്ഞ ആ ഡിജിറ്റൽ ക്യാമറയിലെ മെമ്മറി കാർഡിൽ നിന്നും കോപ്പിയെടുത്ത ചിത്രം. ഒരുവൻ അവൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും അവസാനം കണ്ട ചിത്രം. ഇപ്പം സ്ഥലമില്ല, ഇപ്പം അങ്ങനെ സ്ഥലം തന്നെ ഇല്ല. വീശിയെടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. കടലിൻ്റെ ശക്തി എന്താ? പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല ആളുകളും അനുഭവിക്കുന്നുണ്ട് പല സ്ഥലത്തും. സുനാമി തിരമാലകൾ 2004 വീശിയടിച്ചപ്പോൾ നമ്മുടെ തീരപ്രദേശമായ ആലപ്പുഴയിലും അതിൻ്റെ പ്രകമ്പനമുണ്ടായി. കുറച്ചൊക്കെ കൊല്ലം ജില്ലയിൽ ഉണ്ടായി എന്ന് ഞാൻ കേട്ടു. ആലപ്പുഴയിലും കാര്യമായ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2004 ആ ഡിസംബർ മാസത്തിൽ ഞാൻ പന്തളം ക്രിസ്ത്യൻ മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അവിടെ ഒരു പയ്യനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ പുറകിലും സൈഡിലും റോസ് കളറാണ്. റോസ് കളർ, തൊലി എന്ന സാധനമില്ല. തൊലി അങ്ങ് ഉരിഞ്ഞെടുത്ത പോലെ കടൽ പൊക്കിയെടുത്ത് തെങ്ങോളം പൊക്കത്തിലാക്കിയിട്ട് നിലത്തേക്ക് അങ്ങ് അടിച്ചിട്ട് കിലോമീറ്ററോളം മണ്ണിലിട്ട് അങ്ങ് ഉരച്ചുകൊണ്ടുപോയി. അനുഭവിച്ച വേദന എന്താ? ഉരഞ്ഞു പോയ തൊലിയിലേക്കൊന്ന് തൊട്ടാലുള്ള വേദന എന്താ? പിന്നെയല്ലേ മണൽത്തരികൾ കുത്തിക്കയറുമ്പോൾ. ചിന്തിക്കണം.
വല്ലാത്തൊരു മരണവേദനയുടെ ഏതാണ്ട് താഴത്തെ വേദനയൊക്കെ അനുഭവിച്ചു എന്ന് പറയാം. ആ കിടപ്പിലായിക്കൊണ്ട് ഒരു പേഷ്യൻറ്റിനെ കാണുകയുണ്ടായി. കടലൊന്നങ്ങ് ഇളകിക്കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഇത് എൻ്റെ കയ്യിൽ ചെറിയൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അതിനകത്തുണ്ട്. ആ കടലിൻ്റെ ശക്തി എന്താണെന്നറിയോ? എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച വീഡിയോ ആണ്. നമ്മൾ ആ സർഫിങ് നടത്തുന്ന ആളെ അല്ല ശ്രദ്ധിക്കേണ്ട, കടലങ്ങ് പൊങ്ങുന്നൊന്ന് ശ്രദ്ധിച്ച് മുകളിലോട്ട്. ആ കടലങ്ങ് പൊങ്ങുന്ന രംഗം കണ്ടോ? സംഭവം അഭ്യാസം കാണിക്കലാണത്. സർഫിങ് എന്ന് പറയും. കടലിൻ്റെ ശക്തി നിങ്ങൾ കാണണം. അതങ്ങ് പൊങ്ങാനങ്ങ് തുടങ്ങിയാൽ ഈച്ചയുടെ വിലയില്ല മനുഷ്യന് ആ പ്രദേശം വെച്ച് നോക്കുമ്പോൾ. കടലങ്ങ് പൊങ്ങാൻ ഇവനെങ്ങാനൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അപ്പം ബോധം കെട്ടു വീഴും. അള്ളാഹുവിൻ്റെ പരകോടിയിലുള്ള ശക്തി അറിയണമെങ്കിൽ ഏതെങ്കിലും കടപ്പുറത്ത് രാത്രി പോയിരുന്നാൽ മതി. എന്നിട്ട് വിശാലമായ കടലേക്ക് നോക്കിയാൽ മതി. നമ്മൾ ഒരു കടുകുമണിയുടെ അത്രയില്ല എന്ന് മനസ്സിലാകും. പ്രവിശാലമായ കടലിൻ്റെ ഇളക്കം കണ്ടാൽ പിന്നെ അത് തെങ്ങോളം പൊക്കത്തിൽ വരുന്ന രംഗം ആലോചിച്ച് നോക്കി. ഇതൊന്നും നമുക്ക് കാണേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാ. ഇതൊന്നും കാണേണ്ടി വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള ഭീകര ദൃശ്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കൽ. ഇതൊന്നും വരല്ല റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ മഹലിൽ, ഞങ്ങളുടെ രാജ്യത്ത് ഇതൊന്നും വരുത്തല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെയും പലരും കടന്ന് പോയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞില്ല. ഇനി വസിയത്തുകൾ കൊടുക്കേണ്ട വിഷയത്തിലേക്കാണ് നാം കടന്നു വരേണ്ടത്. നമുക്കറിയാം കാര്യങ്ങൾ ഇത്ര ഗൗരവമാണ് എന്ന് നാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം. നമുക്കറിയാം ഒരു പ്രോഗ്രാം കാണാൻ വരുന്ന ആളുകളിലല്ല പ്രോഗ്രാമിൻ്റെ വിജയം, മറിച്ച് ഈ പരിപാടി കേട്ട് ഇത് കണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ വരാനുള്ള സാധനമാണെന്ന് ഉറപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തയ്യാറാവണം. എൻ്റെ മരണം ഏതു സമയത്തും ഉണ്ടാകാം, എങ്ങനെയും ഉണ്ടാകാം. ഒരുപക്ഷെ ഇന്നലെ ഞാൻ ചീത്ത പറഞ്ഞവനായിരിക്കാം എന്നെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടി വരിക. ചിന്തിക്കണം. ഈ മരണത്തിൻ്റെ വേദന മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് രക്ഷപ്പെടലാണ് അല്ലാഹ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നങ്ങ് ചിന്തിച്ച് ആ പോയിന്റിലേക്ക് നോക്കുന്നവന് ഇഹലോകത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ലാണ്ടായി മാറുകയാണ്. അങ്ങനെ ഏതൊരു മനുഷ്യനും പരസ്പരം ഉള്ള കടബാധ്യതകൾ തീർക്കേണ്ട, വസിയത്തുകൾ കൊടുക്കേണ്ട, പൊരുത്തപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഏത് സെക്കൻഡിൽ എപ്പോഴും അറിയില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്തുകളാക്കുവാൻ ഈ അവസരം ഉപയോഗിക്കണം. ഞാൻ എൻ്റെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് വസിയത്താക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾ കൂടുന്ന സദസ്സിൽ ഞാൻ ഒരിക്കൽ നെയ്യാത്താക്കിയ ഒരു സംഭവമാണ് വസിയത്താക്കുക എന്നുള്ളത്. ഈ വിനീതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടാൽ എൻ്റെ പേരിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം. ഇത് കിട്ടിയാൽ നിങ്ങൾ നിസ്കരിക്കണം. ഒരു ഫാത്തിഹായും മുഅവ്വിദത്തൈനും ഇഖ്ലാസും ആയത്തുൽ കുർസിയും ഒക്കെ ഓതിക്കൊണ്ട് എൻ്റെ ഖബറിലേക്ക് നിങ്ങൾ ഇതിൻ്റെ സവാബിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. എൻ്റെ വസിയത്താണ്. എൻ്റെ വളരെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ അടുത്ത ബന്ധുക്കാരോട് ഞാൻ വസിയത്താക്കിയിട്ടുണ്ട്. ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്നാൽ 1 മണിക്കൂർ കഴിയാതെ ഖബറടക്കിയ ശേഷം നിങ്ങൾ പിരിയരുത്. വേറൊന്നുമല്ല, ബാലിശമായ ഒരാഗ്രഹം. അവസാനത്തെ ആളും പിരിഞ്ഞു കഴിഞ്ഞാലാണ് 7 അടി വെച്ച് കഴിഞ്ഞാൽ മലക്കുകൾ കടന്നു വരുന്ന രംഗമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഭൂമി പിളർന്നുകൊണ്ട് 2 മലക്കുകൾ കടന്നു വരുന്ന രംഗം പഠിപ്പിക്കുന്നതാരാ? മുഅ്മിനീങ്ങൾക്കൊരു സംശയവുമില്ല. സ്വാദിഖുൽ മസ്തൂഖായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പിടിച്ചിരുത്തുന്ന രംഗം, വളരെ ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങൾ. 1 മണിക്കൂർ കഴിയാതെ നിങ്ങൾ പോകരുത്, എനിക്ക് ആ പുതിയ സ്ഥലവുമായി പൊരുത്തപ്പെടാനുള്ള അവസരം ലഭിക്കണം എന്ന ആവശ്യത്തിൽ ഞാൻ എൻ്റെ വളരെ പ്രിയപ്പെട്ടവരോട് വസിയത്താക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ ഓതിയിട്ട് നിങ്ങൾ
ഈ വിനീതൻ്റെ ഖബറിലേക്ക് ഹദിയ ചെയ്യണം എന്ന് ഞാൻ വസിയത്താക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളും ഇതുപോലെ സംഭവം ഹദിയ ചെയ്യണം. മയ്യത്ത് നിസ്കാരം നിങ്ങൾക്ക് സുന്നത്ത് പോലുമില്ല, അതൊക്കെ ബിദ്അത്താണ്. മയ്യത്ത് ജനാസ വീട്ടിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് വീട്ടിലൊരു നിസ്കാരം, ഇതൊന്നും ദീൻ പഠിപ്പിക്കുന്നില്ല. പണ്ഡിതന്മാരുടെ പിന്തുണയില്ല, പ്രമാണങ്ങൾ അതിന് വിരുദ്ധമാണ്. അത്തരത്തിലുള്ള മയ്യത്ത് നിസ്കാരത്തിലേക്ക് ഒന്നും നിങ്ങൾ പോകാൻ നിൽക്കണ്ട. മറിച്ച് ഈ പറയപ്പെട്ടതുപോലെ ഒരു യാസീനെങ്കിലും ഓതിയിട്ട് ഹദിയ ചെയ്യുവാൻ നിങ്ങളുടെ സമയത്തിൻ്റെ ഒരു അല്പസമയം എനിക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന് വസിയത്താക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ഒരു യാത്ര നമുക്ക് പോവേണ്ടതുണ്ട് എന്ന് നാം ഉറപ്പിക്കണം. ഇതുപോലൊരു യാത്ര, എല്ലാവരെയും പിരിഞ്ഞ് അവസാനത്തെ ഒരു യാത്ര പോവേണ്ടതുണ്ട്. ആ ജനാസ, ആ സന്തോക്കിൽ, ആ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജനാസയാണ് എന്നങ്ങ് ഉറപ്പിക്കണം. അതും താങ്ങിയെടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വീടിനോടും വിട പറയിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവസാനത്തെ പോക്കാണ്, തിരിച്ചു വരാത്ത യാത്രയാണ്. ഇത് നിർബന്ധമായ ഒരു സാഹചര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇൻഷാ അള്ളാഹ് നാം ആ ഒരു വിഷയത്തിലേക്ക് ഉടനെ കടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നു, ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കണം. നിന്നുകൊണ്ട് ചെയ്താൽ ചിലപ്പോൾ തലകറക്കം ഉണ്ടാവും. അപ്പോൾ നിൽക്കുന്നവർ ഒന്നുകിൽ ഇരിക്കണം. ഇരിക്കാൻ തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ട് നിന്നാൽ മതി. നാം തുടങ്ങാൻ പോവാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഞാൻ 3 എന്ന് എണ്ണുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. 3 എന്ന് എണ്ണിയാൽ പിന്നെ കണ്ണുകൾ തുറക്കരുത്. 3 എന്ന് എണ്ണിക്കഴിഞ്ഞിട്ടും കണ്ണ് തുറന്നിരുന്നാൽ നിങ്ങൾ കുറച്ച് പുറകിലാകും, ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റില്ല. 3 എന്ന് എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണുകൾ അടഞ്ഞിരിക്കണം. അതിനു മുൻപായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈയിലെ പൾസ് ഒന്ന് പിടിക്കാൻ ശ്രമിക്കുക. വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈയിലെ പൾസ് ഒന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിൽക്കുന്നവർ കാല് കുത്തിയിരുന്നാലും വേണ്ടില്ല, ഒരല്പം പൊടി മേത്ത് പറ്റിയാലും പ്രശ്നമില്ല. ഇതിനും വലിയ പൊടി പറ്റുന്ന സ്ഥലത്ത് കിടക്കുന്നതിന് മുൻപായിട്ട് സുന്ദരമായ തീരുമാനമെടുക്കാനുള്ള ഒരവസരമാണത്. ഇനി നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് മനക്കെട്ടിയുള്ളവർക്ക് പ്രശ്നമില്ല കേട്ടോ. തലകറക്കം പോലെയൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളണം. അപ്പോൾ പൾസ് പിടിക്കുക. ആ പൾസ് നിങ്ങളൊന്ന് എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ചിന്തയും ഇല്ലാത്തൊരവസ്ഥ കിട്ടും. പൾസ് എണ്ണാൻ തുടങ്ങണം. ഞാൻ പറയാം. അപ്പോൾ പൾസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ 3 എന്ന് എണ്ണിത്തീരുമ്പോഴേക്കും നിങ്ങളെല്ലാവരും കണ്ണുകൾ അടയ്ക്കും. ഞാൻ പിന്നീട് കണ്ണ് തുറക്കാൻ പറഞ്ഞാലല്ലാതെ കണ്ണുകൾ തുറക്കാൻ പാടില്ല. തുടങ്ങുകയാണ്. ആരും ശബ്ദമുണ്ടാക്കരുത്. ശ്രദ്ധിച്ച് കേൾക്കണം. 1, 2, 3. ശ്വാസം ദീർഘമായി വലിച്ചുവിടൂ. 3 തവണ ആവർത്തിക്കുക. സാധാരണ പോലെ ശ്വസിച്ചോളൂ. പൾസ് എണ്ണാൻ തുടങ്ങുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ യാതൊരു ചിന്തയും ഇല്ല, എണ്ണൽ മാത്രം. മനഃപൂർവ്വം ഒരു ചിന്ത കൊണ്ടുവരാൻ ശ്രമിച്ചാലും ആ ചിന്തകളെ പൾസ് തട്ടിത്തെറിപ്പിക്കുന്നതായി കാണാം. കണ്ണുകൾ തുറക്കാതെ ഏറ്റവും സുഖകരമായ അവസ്ഥയിൽ കൈകൾ വിട്ട് നിങ്ങൾക്കിരിക്കാം. കൈകൾ വിട്ട് പൾസ് എണ്ണുന്നത് നിർത്തി ഏറ്റവും സുഖകരമായ അവസ്ഥയിൽ ഇരുന്നോളൂ. നിങ്ങൾ നിങ്ങളുടെ നെറ്റിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. കണ്ണുകളിലേക്ക്, മൂക്കിലേക്ക്, ചുണ്ടിലേക്ക്, താടിയിലേക്ക്, കഴുത്തിലേക്ക്, 2 ഷോൾഡറുകളിലേക്ക്, നെഞ്ചിലേക്ക്, വയറിലേക്ക്, അരക്കെട്ടിലൂടെ താഴേക്ക്, കാലുകളിലൂടെ താഴേക്ക്, മുട്ടുകൾ, കാലുകൾ,
കാൽവണ്ണ, കാൽപാദം, കാലിൻ്റെ വിരലുകൾ, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും താഴേക്ക് ഒഴുകിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ തരത്തിലും വിഷമമില്ലാതെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞ അവസ്ഥയിലാണ്. സുഖകരമായി നിങ്ങളിരിക്കുന്നു. നിങ്ങളിപ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന സ്മെല്ലുകൾ, ഗന്ധങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന വികാരങ്ങൾ, വേദന, തണുപ്പ്, ചൂട്, മർദ്ദം ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന രുചികൾ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീടിൻ്റെ ചിത്രം ഒന്ന് കാണൂ. അതിൽ നിങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കട്ടിൽ നിങ്ങളൊന്ന് കാണൂ. ആ കട്ടിലിൽ നിങ്ങൾ കിടക്കുന്ന രംഗം ഒന്ന് കാണൂ. ഇപ്പോൾ നിങ്ങൾ ധരിച്ചിട്ടുള്ള വസ്ത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ആ വസ്ത്രത്തിൽ നിങ്ങൾ ആ കട്ടിലിൽ കിടക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുഭാഗത്തായി നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുണ്ട്. അവർ ചുറ്റും നിൽക്കുന്നത് നിങ്ങളൊന്ന് കാണൂ. നിങ്ങളുടെ കാൽവിരലുകളിൽ ഒരു പെരുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതൊരു വേദനയായിക്കൊണ്ട് മുകളിലേക്ക് വ്യാപിക്കുന്നു. കാൽവെണ്ണ കാലുകളിലൂടെ മുകളിലേക്ക്, കാൽമുട്ട് തുടകളിലൂടെ മുകളിലേക്ക്, അരക്കെട്ടിലൂടെ, വയറിലൂടെ, നെഞ്ചിനൊക്കെ വല്ലാത്ത ഭാരം തൊണ്ടക്കുഴിയിലെത്തിയിരിക്കുന്നു. നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുഴിയെത്തിയിരിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അത് നിങ്ങളെ വിട്ട് പിരിയും. നിങ്ങളതാ സക്രാത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരാൻ സാധ്യതയുള്ള ആളുടെ രൂപമൊന്ന് കാണൂ. നിറഞ്ഞ മിഴികളോടെ അയാൾ നിങ്ങളുടെ അടുത്തിരിക്കുന്നുണ്ട്. അയാൾ ചൊല്ലിത്തരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേദനക്കിടയിലും നിങ്ങൾ ഏറ്റു ചൊല്ലുന്നു. അവസാനമായി അള്ളാഹുവിൻ്റെ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ റൂഹത നിങ്ങളെ പിരിയുന്നു. കണ്ണുകളിലൂടെ ആ റൂഹത മുകളിലോട്ട് പോകുന്ന രംഗമൊന്ന് കാണൂ. എല്ലാവരും കരയുകയാണ്, വിഷമിച്ച് കരയുന്നു. പൊട്ടിക്കരയുന്നവരുടെ രംഗമൊന്ന് കാണൂ. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ കാൽഭാഗത്ത് പിടിച്ചുകൊണ്ട് കരയുന്ന അവരുടെ കരയുന്ന മുഖമൊന്ന് കാണൂ. ഒരാളതാ താടിയും തലയും നിങ്ങളുടെ കൂട്ടിക്കെട്ടിയിരിക്കുന്ന രംഗം കാണൂ. കൈകൾ രണ്ടും നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിയിരിക്കുന്നു. കാൽവിരലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറ്റി ഒരു നേർത്ത വെള്ള പുതപ്പ് കൊണ്ട് പുതപ്പിച്ചിരിക്കുന്ന രംഗം കാണൂ. നിങ്ങളുടെ മരണവാർത്ത എല്ലാവരെയും വിളിച്ചറിയിക്കുകയാണ്. എൻ്റെ ഇന്ന ആൾ മരണപ്പെട്ടു. അതിശയത്തോടെ ആളുകൾ അത് കേൾക്കുന്നു. നിങ്ങളെ കാണാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ഒഴുകുകയാണ്. ആ ജനാസയൊന്ന് കാണാൻ വേണ്ടി ആളുകൾ ഒഴുകി വരുന്ന രംഗമൊന്ന് കാണൂ. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ, ഇവിടുത്തെ പ്രവർത്തകർ പന്തലിടുന്ന രംഗമൊന്ന് കാണൂ. നിങ്ങളെ കാണാൻ ശത്രുക്കൾ പോലും മുൻപോട്ട് ഓടി ഓടി വരുന്ന കാഴ്ചയൊന്ന് കാണുക. അവർ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് കരയുന്ന രംഗമൊന്ന് കാണൂ. ഇന്നലെ ഞാനിവിടെ വരണമെന്ന് വിചാരിച്ചതാ എന്നവർ പറയുന്ന രംഗമൊന്ന് കാണൂ. നിങ്ങളുടെ കൊച്ചുകുട്ടികൾ നിങ്ങളെ അന്വേഷിക്കുന്ന രംഗമൊന്ന് കാണൂ. കുളിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ജനാസ എടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു മുറിയിലേക്ക് ആ ജനാസ മാറ്റുന്ന രംഗം കാണൂ. കുളിപ്പിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ രൂപം ഒന്ന് കാണൂ. അവർ ആ ജനാസ കുളിപ്പിക്കാൻ കിടത്തിയിരിക്കുന്നു. വെള്ളം അതാ ഒഴിക്കാൻ തുടങ്ങി.
ശരീരത്തിലൂടെ ആ വെള്ളം അങ്ങ് ഒലിച്ചിറങ്ങിയപ്പോൾ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ജനാസ കുളിപ്പിച്ചു കഴിഞ്ഞു. കഫൻ പൊതിയാൻ തുടങ്ങി. കഫൻ പുതവയിൽ നിങ്ങളുടെ ശരീരം പൊതിഞ്ഞിരിക്കുന്നു. ആ ജനാസ അതാ കുളിപ്പിച്ച മുറിയിൽ നിന്നും പുറത്തേക്കെടുക്കാൻ തുടങ്ങുകയാണ്. പുറത്തേക്കതാ ആളുകൾ ചേർന്ന ജനാസ താങ്ങിയെടുത്തിരിക്കുന്നു. പുറത്തെത്തുമ്പോൾ വല്ലാത്ത ചന്ദനത്തിരിയുടെയും കുന്തിരിക്കത്തിൻ്റെയും സ്മെല്ല് കിട്ടുന്നുണ്ട്. ഒന്ന് വലിച്ചു നീട്ടിയെടുക്കൂ, ആ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പുറത്ത് മുഴുവനും ആളുകളാണ്. എല്ലാവരും നിങ്ങളെ കാണാൻ എത്തിയിട്ടുള്ളവർ, നിങ്ങളോട് വിട പറയാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ആളുകളെ നിങ്ങളൊന്ന് കാണൂ. ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. നിങ്ങളുടെ ആ ജനാസ അതാ മുൻവശത്തെ മുറിയിൽ കിടത്തിയിരിക്കുന്ന രംഗമൊന്ന് കാണൂ. ആളുകളൊക്കെ ഓടി ഓടി വന്നുകൊണ്ട് അവസാനമായി നിങ്ങളെ ഒന്ന് കാണുകയാണ്. പള്ളിയിൽ നിന്ന് അതാ മയ്യത്ത് കട്ടിൽ ചുമന്നുകൊണ്ട് 2-3 ആളുകൾ വരുന്ന രംഗം ഒന്ന് കാണൂ. ആ മയ്യത്ത് കട്ടിൽ അതാ മുൻവശത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് നിങ്ങളുടെ ആ ജനാസ പൊക്കിയെടുത്ത് കിടത്തുന്ന രംഗമൊന്ന് കാണൂ. ജനാസ അതാ മയ്യത്ത് കട്ടിലേക്ക് വെച്ചു കഴിഞ്ഞു. ഇനി തിരിച്ചൊരു യാത്രയില്ല. അതാ നിങ്ങളുടെ പള്ളിയിലെ പണ്ഡിതന്മാർ അവിടെ വന്നിട്ടുണ്ട്. മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വെച്ചതാ യാസീൻ ഓതാൻ തുടങ്ങുന്നു. യാസീൻ ഓതാൻ തുടങ്ങി. യാസീൻ ഓതിക്കഴിഞ്ഞു. അവസാനമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പോവുകയാണ്. അവരതാ ദുആ ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ, പ്രവർത്തകർ, ഒന്നിച്ചു നിന്നവർ, കൈകോർത്തവർ, വളരെ വേണ്ടപ്പെട്ടവർ, അവരൊക്കെ കരഞ്ഞുകൊണ്ട് ആമീൻ പറയുന്ന രംഗമൊന്ന് കാണൂ. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ആ വീട് വിട്ടു പോകാൻ പോവുകയാണ്. 6 അടി മണ്ണിലേക്ക് നിങ്ങൾ പോകാൻ പോവുകയാണ്. തിരിച്ചു വരാത്ത യാത്രയിലേക്ക് പോകാൻ പോവുകയാണ്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവർ കരഞ്ഞുകൊണ്ട് ആമീൻ പറയുന്ന രംഗമൊന്ന് കാണൂ. അതാ അവസാനം ആ സന്തോക്ക് മയ്യത്ത് കട്ടിൽ അതാ മൂടുകയാണ്. ഒരു പച്ച തുണി അതിന് മുകളിൽ വിരിച്ചിരിക്കുന്നു. ആളുകൾ ചേർന്ന് അതാ ആ മയ്യത്ത് കട്ടിൽ ചുമന്ന് തോളിലേക്ക് വെക്കുന്ന രംഗമൊന്ന് കാണൂ. വീട്ടിൽ നിന്നും പ്രിയപ്പെട്ടവളുടെ വിഷമമാർന്ന കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്. സ്ത്രീകളുടെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ വീട് വിട്ട് പിരിയുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് നിങ്ങളുടെ വീടിനോട് വിട പറയിക്കുകയാണ്. നിങ്ങളെയും കൊണ്ട് ആ മയ്യത്തുകട്ടിൽ പള്ളിയിലേക്ക് പോകാൻ പോവുകയാണ്. നിങ്ങൾ പറയുന്ന രംഗമൊന്ന് കാണൂ. വിടാ വിടാ, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. എൻ്റെ അവസാനത്തെ യാത്രയാണിത്. തിരിച്ചു വരാത്ത യാത്രയാണിത്. ഇനി ഒരിക്കലും എൻ്റെ വീട് എനിക്ക് കാണാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖം എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ വെച്ചൊരു കൂടിക്കാഴ്ചയുമില്ല. ഞാൻ പിരിയുകയാണ്. അങ്ങനെ അതാ നിങ്ങളെയും ചുമന്നുകൊണ്ട് ആ മയ്യത്തുകട്ടിൽ നിങ്ങളുടെ പള്ളിയിലേക്ക് കടക്കുകയാണ്. ആ പള്ളിയുടെ മുൻവശത്തെ ഗേറ്റ് ഒന്ന് കാണൂ. ഒരുപാട് ആളുകൾ അതിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. പള്ളിയിൽ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങളെയും കൊണ്ട് അതാ പള്ളിക്കകത്തേക്ക് പ്രവേശിച്ചു. ആ മിഹ്റാബിൻ്റെ മുന്നിൽ നിങ്ങളെ അതാ വെച്ചിരിക്കുകയാണ്. കാണണം, അതാ മയ്യത്ത് കട്ടിൽ നിന്നും ജനാസ എടുത്ത് പുറത്തു വെച്ചിരിക്കുന്നു. നിങ്ങളുടെ മയ്യത്ത് നിസ്കാരം തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ നിസ്കാരം നിർവഹിക്കാൻ സാധ്യതയുള്ള ആളുടെ രൂപമൊന്ന് കാണൂ. അയാളതാ വിഷമിച്ചുകൊണ്ട് ആ ജനാസയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്നു, എൻ്റെ ഇന്ന ആൾക്ക് എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണം. കടബാധ്യതകൾ അയാൾ ഏറ്റെടുക്കുന്ന രംഗം ഒന്ന് കാണൂ. കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള അവസാനത്തെ നിസ്കാരം, നിങ്ങളുടെ മയ്യത്ത് നിസ്കാരം അതാ തുടങ്ങാൻ പോവുകയാണ്. അയാൾ വിഷമിച്ചുകൊണ്ട് കരയുന്ന കണ്ണുകളോടെ ആദ്യത്തെ തക്ബീർ, അല്ലാഹു അക്ബർ. നിസ്കാരം കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ വീട് നേരിട്ട് കാണാൻ പോവുകയാണ്. അങ്ങനെ അതാ സന്തോക്കിൽ നിന്നും നിങ്ങളെ എടുത്ത് 6 അടി മണ്ണിലേക്ക് നിങ്ങൾ നടക്കുകയാണ്. ആ കബറിലേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങളെയും ചുമന്നുകൊണ്ട് നിങ്ങൾ ചിത്രത്തിൽ കണ്ട അതേ കബറിലേക്ക് ആളുകൾ പോകുന്ന രംഗം
മിനിറ്റുകൾക്കുള്ളിൽ ആ മണ്ണിലേക്ക് നിങ്ങളെ ഇറക്കി വെക്കും. ആ മണ്ണിലേക്ക് നിങ്ങളെ ഇറക്കി വെക്കും. 3 ആളുകൾ ചേർന്ന് ഖബറിൽ ഇറങ്ങി നിൽക്കുന്നു. ആ ജനാസയതാ ഒന്നിച്ചവർ പിടിച്ച് നിങ്ങളുടെ ജനാസ, ആ ശരീരം ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന രംഗമൊന്ന് കാണൂ. പൊട്ടിക്കരയുന്ന ബന്ധുക്കളെ നിങ്ങളൊന്ന് കാണൂ. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ല. ഖബറിലേക്ക് അത് വെച്ചു. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് ഇറക്കി വെച്ചു. അതാ ചരിച്ചു കിടത്തുന്നു. ഖിബലക്കൊരൽപ്പം ചരിച്ചു കിടത്തുന്നു. ഒരൽപ്പം മണ്ണെടുത്തു കുഴച്ച് നിങ്ങളുടെ വലത് കവിളിൽ വെക്കുന്ന രംഗമൊന്ന് കാണൂ. കെട്ടുകളൊക്കെ അഴിച്ചിരിക്കുന്നു. ആ ഖബറിൽ അതാ ഒരു പലക വെച്ച് മൂടുന്ന രംഗമൊന്ന് കാണൂ. 1-ാമത്തെ പലക വെച്ചു, 2-ാമത്തെ പലക വെച്ചു, 3-ാമത്തേത് വെച്ചു. ഖബറിടം അതാ ഇരുട്ടുകൊണ്ട് നിറയുന്നത് നിങ്ങൾക്ക് കാണാം. ഇരുട്ടിനാൽ നിറയുന്ന ഖബർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. 4-ാമത്തേത് വെച്ചു, 5ഉം വെച്ചു. ഇരുട്ടിലാവുകയാണ്. തിരിച്ചു വരാൻ പറ്റാത്ത, വെളിച്ചം കാണാത്ത ലോകത്തേക്ക് നിങ്ങൾ ആണ്ട് പോയിരിക്കുന്നു. അവസാനത്തെ പലകയും ഇപ്പോൾ വെക്കും, ഉടനെ വെക്കും. അവസാനത്തെ പലകയും അതാ എടുത്തു വെച്ചിരിക്കുന്നു. നിങ്ങളുടെ കൊച്ചുമക്കൾ, പേരക്കുട്ടികൾ, അവർ നിങ്ങളെ അവിടെ അന്വേഷിക്കുന്ന രംഗമൊന്ന് കാണൂ. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ അവരെ സമാധാനിപ്പിക്കുന്ന രംഗമൊന്ന് കാണൂ. ഇനി നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല. അവർ നിങ്ങളെയും കാണില്ല. അതാ ചെറിയ ഒരു ഓട്ട പോലും വട്ടയില വെച്ച് അതിന് മുകളിൽ മണ്ണിടാൻ പോവുകയാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിറകണ്ണുകളോടുകൂടിയ മണ്ണ് വാരിയിടുന്നു. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ദാറത്തൻ ഖുറാ. മണ്ണതാ വാരിയിട്ട് ഖബറിടം അതാ മണ്ണിട്ട് മൂടുന്നു. 6 അടി മണ്ണിൻ്റെ അടിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കുന്നു. അവസാനം ഖബറതാ മൂടി, മുകളിൽ വെള്ളമൊഴിച്ചു. 2 മൈലാഞ്ചി കമ്പുകൾ കാലിലും തലക്കിലും കുത്തുന്ന രംഗമൊന്ന് കാണൂ. നിങ്ങൾക്ക് വേണ്ടി അതാ തൽക്കീൻ ചൊല്ലിക്കൊടുക്കാൻ മുഅദ്ദിൻ വന്നിരിപ്പുണ്ട്. അദ്ദേഹം ഖബറിലെ അവസ്ഥകൾ ഓർമ്മപ്പെടുത്തുന്ന രംഗമൊന്ന് കാണൂ. ഖബർ സത്യമാണ്, മരണം സത്യമാണ്, മലക്കുകൾ വരും സത്യമാണ്, ചോദ്യങ്ങൾ അവർ ചോദിക്കും സത്യമാണ്, ഉത്തരങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രംഗമൊന്ന് കാണൂ. അതാ അവർ നിങ്ങൾക്ക് വേണ്ടി അവസാനമായി ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്ന രംഗം. എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങളെ വേർപെടുന്നതിന് മുൻപായി ആമീൻ പറയുന്ന രംഗമൊന്ന് കാണൂ. അവസാനം ദുആ ചെയ്ത് ഓരോരുത്തരായി പിരിയുകയാണ്. അവസാനത്തെ ആളും പിരിയുന്നു, അവസാനത്തെ ആളും പിരിയുന്നു, അവസാനത്തെ ആളും പിരിഞ്ഞു. ഇനി ആരും ചുറ്റുഭാഗത്തില്ല. ആ ഖബർസ്ഥാൻ മനസ്സിലേക്ക് കൊണ്ടുവാ. നിങ്ങളുടെ ഖബർ നിങ്ങളൊന്ന് കാണൂ, പുറമേ നിന്നും കാണൂ. അതാ നോക്കുക, ആ ഖബറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒറ്റക്കാണ്. ഒരു പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങൾ ഞെട്ടുന്നു. 2 മലക്കുകൾ അതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അവർ നിങ്ങളെ പിടിച്ചിരുത്തുന്ന രംഗമൊന്ന് കാണൂ. ചോദ്യം തുടങ്ങുകയാണ്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പറയുന്നു, അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. സുന്ദരമായ ഒരു രൂപം നിങ്ങളെ കാണിച്ചു തരുന്നു. കണ്ടോ, ഇതാരാണ്? ഈ വ്യക്തിയെ നീ അറിയുമോ? ആ രൂപം കണ്ട മാത്രയിൽ സന്തോഷത്തോടെ നിങ്ങൾ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി. സന്തോഷത്തോടെ നിങ്ങൾ ആ കൈ പിടിക്കാൻ അനങ്ങുന്ന രംഗം ഒന്ന് കാണൂ. എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റുന്നു. നിങ്ങൾ വലിയ സൗഭാഗ്യവാനാണ്. സന്തോഷത്തോടെ മലക്കുകൾ നിങ്ങളെ ചരിച്ചു കിടത്തുന്നു. വലതുവശത്തൊരു ജനാല അതാ തുറക്കുന്ന രംഗമൊന്ന് കാണൂ. ഒരു നനുത്ത കാറ്റ് വീശുന്നു. നിങ്ങൾക്ക് നല്ല കുളിര് കിട്ടുന്നുണ്ട്. നല്ല സുഗന്ധം, ഊത് പുകയ്ക്കുന്ന സുഗന്ധം നിങ്ങൾക്ക് കിട്ടുന്നു. ഒന്ന് ശ്വാസം വലിച്ചു നോക്കൂ. ഊതിൻ്റെ മനോഹര ഗന്ധം കിട്ടുന്നുണ്ട്. അങ്ങനെ അതാ അതിലൂടെ നോക്കുമ്പോൾ സുന്ദരങ്ങളായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിങ്ങൾ മയങ്ങുകയാണ്. നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിലാണുള്ളത്. ഇവിടെ ഈ ഇടപ്പള്ളിക്കോട്ട എന്ന സ്ഥലത്തിനടുത്ത് ഈ പന്തലിനു താഴെ എൻ്റെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം കൂടി വരുന്നുണ്ട്. സന്തോഷത്തോടെ
3 എന്ന് എണ്ണുമ്പോൾ നിങ്ങൾ കണ്ണുകൾ തുറക്കും. സന്തോഷത്തോടെ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കാം. നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിലാണുള്ളത്. ശ്വാസം നീട്ടിയെടുത്ത് പുറത്തു വിടൂ. 3 എന്ന് എണ്ണുമ്പോൾ മാത്രം കണ്ണുകൾ തുറക്കുക. 1, 2, 3. സന്തോഷപൂർവമായ ഖബർ ജീവിതം നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ, മരണത്തെ ഒരല്പമെങ്കിലും കണ്ടിട്ടുള്ള അവസരത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾ നടപ്പിലാക്കും, ഉറപ്പാണ്. ഒന്നുകിൽ ഇങ്ങനെ തീരുമാനിക്കാം, ഇനി ഒരൊറ്റ വഖത്ത് നിസ്കാരം എൻ്റെ ജീവിതത്തിൽ റബ്ബേ ഞാൻ ഖളാ ആക്കുന്ന പ്രശ്നമില്ല, തീരുമാനിക്കാം. തലേക്കെട്ടുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ പണ്ഡിതനെയും ഞാൻ നിന്ദിക്കുന്ന പ്രശ്നമില്ല, തീരുമാനിക്കാം. യഥാർത്ഥമായ വസ്തുതകൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് യഥാർത്ഥ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിൽ തിരിച്ചു വരുവാൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് തീരുമാനിക്കാം, എന്തും തീരുമാനിക്കാം. അലിഞ്ഞ മനസ്സിൽ അത് ഉറയ്ക്കും. ഈ സദസ്സിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ മനസ്സ് പിന്നെയും കട്ടിയാകും. കട്ടിയായാലും സാധനം ഉള്ളിൽ കിടക്കും. നിങ്ങൾക്കതിന് പറ്റും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മരണത്തിൻ്റെ വിവിധ മുഖങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇനി മുകളിലോട്ടുള്ള 1-2 കാര്യങ്ങളെ അറിയുവാനും പഠിക്കുവാനും ഉണ്ട്. നിർബന്ധമായും ഒരു മനുഷ്യൻ ചെന്നെത്തേണ്ട, കണ്ടുമുട്ടേണ്ട പ്രധാനപ്പെട്ട ചില വസ്തുതകളെ സംബന്ധിച്ച്, അതിൻ്റെ ചില ഭാഗങ്ങളെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച പോയതെങ്കിൽ, ഇനി ഇതിൻ്റെ ബാക്കി ഭാഗത്ത് എന്തൊക്കെയായിരിക്കാം വരാൻ സാധ്യതയുള്ളത് എന്നതിനെപ്പറ്റി തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എന്താ എന്ന് പറയാമോ ആർക്കെങ്കിലും? ലോകത്തേക്ക് വെച്ച് ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടറാണ് നിങ്ങളെ കാണുന്നത്. അഥവാ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ, ലോകത്തേക്ക് വെച്ച് ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ചാൾസ് ബാബേജിന്റെ ചിത്രത്തോടെ നിങ്ങൾ കാണുന്ന ആ രംഗം, അത് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ചില സംഭവങ്ങളുണ്ട്. ഒന്നാമത്തെ സംഭവം, ആദ്യത്തെ കമ്പ്യൂട്ടർ എന്നത് ഒരു മുറിയുടെ വലിപ്പമുള്ള സാധനമായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു മുറിയുടെ വലിപ്പം ഉണ്ടായി കമ്പ്യൂട്ടറിന്, ആദ്യത്തെ കമ്പ്യൂട്ടറിന്. പിന്നീട് ആ കമ്പ്യൂട്ടറിന്റെ കോലം ഒരല്പം ഒന്ന് മറിഞ്ഞു. എങ്ങനെയാ? ഒരു മുറിയുടെ വലിപ്പമുണ്ടായിരുന്ന കമ്പ്യൂട്ടർ പിന്നീട് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറുകളായി മാറി. മുറിക്കുള്ളിലുള്ള മേശമേൽ വെക്കാവുന്ന കമ്പ്യൂട്ടറായി. നിങ്ങൾ ആ പഴയ ചിത്രത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയിക്കേ, ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കീബോർഡിന്റെ വലിപ്പം കണ്ടോ? കീബോർഡിന്റെ വലിപ്പം ഒരു വലിയ പിയാനോയുടെ സൈസ് ഉണ്ടായിരുന്നു. അതിന് മുകളിൽ അപ്പുറത്തെ സൈഡിലായിട്ട് മോണിറ്റർ കാണാം. പിന്നെ സ്റ്റിയറിംഗ് പോലുള്ള സാധനം മിക്കവാറും മൗസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇരിക്കുന്ന സാധനം മൗസ് ആയിരിക്കാം, അല്ലാഹു അഅലം. ഇത്തരത്തിൽ ഒരു മുറി മുഴുവനും നിറഞ്ഞിരുന്ന ഒരു കമ്പ്യൂട്ടർ പിന്നീട് ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. ആ മുറിക്കുള്ളിലുള്ള മേശമേൽ ഇരിക്കാവുന്ന തരത്തിലേക്ക് വളരെ അധികം ചെറുതായി ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറായി. ഈ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ പിന്നീട് എന്തായി? ലാപ്ടോപ്പായി. ലാപ്ടോപ്പ് പിന്നീട് കയ്യിൽ പിടിക്കാവുന്ന പാം ടോപ്പായി. മടിയിൽ വെക്കാവുന്ന ലാപ്ടോപ്പ് മാറിച്ച് കയ്യിൽ പിടിക്കാവുന്ന പാം ടോപ്പ് ആ ലെവലിലേക്ക് ഉയർന്നു. ഇപ്പോൾ ഈ കൈവെള്ളയിൽ വെച്ചാൽ പുറത്തു കാണാൻ പറ്റാത്ത രീതിയിൽ മടക്കി മറിച്ചു വെക്കാവുന്ന തരത്തിൽ ഗാലക്സി S2, ഗാലക്സി S3 മൊബൈലുകളും ടാബ്ലറ്റ് ഫോണുകളും ഒക്കെ ഇറങ്ങുന്ന കാലമാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ ഒരുമാതിരിപ്പെട്ട വർക്കുകളൊക്കെ നമുക്ക് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് കാണാനും കേൾക്കാനും ഉപയോഗിക്കാനും അനുഭവിക്കാനും പറ്റുന്ന തരത്തിലേക്ക് ശാസ്ത്രം ഈ വിഷയത്തെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളത് ഒരു മുഗ്മിനായ മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ അവന് ആഹാരം ചിന്തിക്കുവാൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താ കമ്പ്യൂട്ടറും ആഹാരമായിട്ടുള്ള ബന്ധം? വളരെ സിമ്പിൾ ആണ്. എന്താ ഈ ചിത്രത്തിൽ കാണുന്നറിയോ? ഒന്ന് CD ആണ്, അപ്പുറത്ത് കാണുന്നോ DVD. കൊച്ചുകുട്ടിക്ക് പോലും അറിയാം CD-യും DVD-യും തമ്മിലുള്ള വ്യത്യാസം എന്താ. ഒരു CD എന്നറിയപ്പെടുന്ന സാധനത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന വിവരങ്ങൾ 1 മണിക്കൂർ തുടർച്ചയായി കാണാവുന്ന സംഭവങ്ങളെ ഒരു CD ഉൾക്കൊള്ളുന്നു. അഥവാ 700 MB ആണ് അതിന്റെ അളവ്. 700 MB എന്ന അളവിൽ ഒരു CD-യിൽ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും. എന്നാൽ DVD-യോ 20 CD-ക്കുള്ളിൽ നിറയ്ക്കുന്ന സാധനത്തെ അത്രയും വലുപ്പമുള്ള ഒരു DVD-യിൽ ഉൾക്കൊള്ളിക്കാം. 20 CD-യിൽ ഉൾക്കൊള്ളാവുന്ന അഥവാ 20 മണിക്കൂറുകൾ തുടർച്ചയായി CD-യോ DVD-യോ മാറ്റാതെ തുടർച്ചയായി നമുക്ക് കാണാവുന്ന വസ്തുതകളെ ആ ഒരൊറ്റ DVD-യിൽ ഉൾക്കൊള്ളിക്കാം. വലിപ്പം അതേ വലിപ്പം, ഒരല്പം പോലും വ്യത്യാസമില്ല. വലിപ്പ വ്യത്യാസമില്ലാത്ത DVD-യിൽ 1 മണിക്കൂർ മാത്രം കാണാവുന്ന CD-യിലെ സാധനങ്ങളെ 20 മണിക്കൂർ തുടർച്ചയായി കാണാവുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്ന അവസ്ഥയിലേക്ക് ശാസ്ത്രം എത്തിയെങ്കിൽ
അടുത്തതായി നിങ്ങൾ കാണുന്ന എന്താ? 2 വിരലുകൾക്കിടയിൽ വെക്കാൻ പറ്റുന്ന മൈക്രോ SD മെമ്മറി കാർഡാണ്. ഇതറിയില്ലാത്ത ഒരാൾ പോലും ഇല്ല. നമ്മുടെയൊക്കെ കാരണവന്മാർക്ക് പോലും അറിയാം ഇപ്പോ ഈ സംഭവം. എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം മൈക്രോ SD മെമ്മറി കാർഡ്. നമ്മുടെ മൊബൈൽ ഫോണിൽ കിടക്കുന്ന മെമ്മറി കാർഡ്. ഈ കാർഡ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് കാണുന്ന ആ കാർഡ് കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യേണ്ട അഡാപ്റ്ററാണ്. അതിലേക്ക് ഇത് ഇട്ട ശേഷം ഇതാണ് കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യുക. അതായത് ഇത്രയും ചെറിയ സ്ലോട്ട് കമ്പ്യൂട്ടറിൽ ഇല്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക്, അഥവാ ഓർമ്മശക്തിയുടെ നിലവാരത്തെ കൂട്ടുകയും ആ സാധനത്തിന്റെ വലിപ്പത്തെ കുറയ്ക്കുകയും ചെയ്തുകൊണ്ട്, മിനിയേച്ചറൈസ് ചെയ്തുകൊണ്ട് ശാസ്ത്രലോകം കാണിക്കുന്ന അത്ഭുതമാണ് ഈ കാണുന്നത്. ഈ മൈക്രോ SD കാർഡിന്റെ വലിപ്പം ജിഗാബൈറ്റുകളും കടന്ന് ടെറാബൈറ്റുകളിലേക്ക് എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വളരെ അടുത്ത് 3-4 വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും ഉള്ള മൈക്രോ SD കാർഡ്, ഇതിന്റെ ഉള്ളിലുള്ള ഓർമ്മശക്തിയുടെ നിലവാരം ജിഗാബൈറ്റുകൾ കടന്ന് ടെറാബൈറ്റുകൾ, 1000 GB ആണ് ഒരു ടെറാബൈറ്റ്. 1000 GB, 1 GB കാർഡാണെങ്കിൽ 1000 കാർഡുകൾ ഒരൊറ്റ കാർഡിൽ ഉൾക്കൊള്ളിക്കാം. 2 GB കാർഡാണെങ്കിലോ 500 കാർഡുകൾ ഇതുപോലുള്ളത് ഈ ഒരൊറ്റ കാർഡിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാം. അത്രയും വിവരം ഉൾക്കൊള്ളിക്കാവുന്ന ലെവലിലേക്ക് ഈ സംഭവം ഉയർന്നിരിക്കുന്നു. 2-3 വർഷങ്ങൾക്കുള്ളിൽ പുറത്തു വരും. എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? 700 MB 1 GB താഴെയുള്ള ഓർമ്മശക്തിയുള്ള സാധനം നിങ്ങൾ CD ആക്കിക്കൊണ്ട് VCD പ്ലെയറിൽ ഇട്ടാൽ 1 മണിക്കൂർ തുടർച്ചയായി നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതേസമയം ഈ പറയപ്പെട്ട മെമ്മറി കാർഡാണ് കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അളവ് നേരത്തെ പറഞ്ഞ ജിഗാബൈറ്റും കടന്ന് ടെറാബൈറ്റ് ആണെങ്കിൽ ആഴ്ചകളല്ല, മാസങ്ങളല്ല, വർഷങ്ങളോളമുള്ള സംഭവങ്ങളെ തുടർച്ചയായി ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാവുന്ന അവസ്ഥയിലേക്ക് അതിന്റെ ഓർമ്മശക്തിയുടെ നിലവാരം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. എടുത്ത് മാറ്റിയിടണ്ട. ഒരിക്കലിട്ടാൽ കാണാൻ അങ്ങ് തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ സമയം ഉണ്ടാവണമെന്ന് അത്രേ ഉള്ളൂ. വർഷങ്ങളോളം തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കാം അതിന്റെ ഉള്ളിലുള്ള വിവരങ്ങളെ. മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ എന്താ മുഅ്മിനിനെ സംബന്ധിച്ച് ഇവിടെ മനസ്സിലാക്കേണ്ട വസ്തുത? നമ്മുടെയൊക്കെ കയ്യിൽ വെച്ചിട്ടുള്ള ഗാലക്സി S2 മൊബൈൽ, ആ മൊബൈലിലേക്ക് ഇത് വർഷങ്ങളോളമുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ആ കാർഡങ്ങിട്ട് കയ്യിലേക്ക് തന്നാൽ ആ കയ്യിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കാണാം. ഏതുപോലെ? ഒരു സിനിമ സുഖമായിട്ട് കാണുന്ന പോലെ, വീഡിയോ കാണുന്ന പോലെ. എങ്കിൽ മനുഷ്യനെ നിരീക്ഷിച്ചുകൊണ്ടുള്ള പരാബോളിക് ക്യാമറകൾ നമുക്ക് ഈ പറയപ്പെട്ടിട്ടുള്ള ജംഗ്ഷനുകളിലൊക്കെ കാണാൻ പറ്റും. ഈ ട്രാഫിക് ജംഗ്ഷനിലൊക്കെ പരാബോളിക് ക്യാമറ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ കപ്പാസിറ്റി തീരുന്നവരെ റെക്കോർഡ് ചെയ്തെടുക്കും. ഒരു അപകടമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അറിയാം ഏത് വണ്ടി എങ്ങോട്ട് വന്നപ്പോൾ എന്താ ഉണ്ടായത്, ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇതൊക്കെ നോക്കിയാൽ അറിയാം. മനുഷ്യനെ നിരീക്ഷിക്കുന്ന ക്യാമറകൾ എവിടെ ചെന്നാലും ഉണ്ട്. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സകലമാന സംഭവങ്ങളെയും ഒരു ക്യാമറ വെച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കൂട്ടിക്കോ. ആ നിരീക്ഷിക്കപ്പെട്ട റെക്കോർഡ് ചെയ്യപ്പെട്ട വിവരങ്ങളെ ഇതുപോലൊരു കാർഡിലേക്ക് കയറ്റിയിട്ടുണ്ടെന്നും കൂട്ടിക്കോ. വർഷങ്ങളോളമുള്ള വിവരങ്ങളെ ശേഖരിക്കാൻ അതിന് പറ്റുമെന്ന് മനസ്സിലാക്കിക്കോ. എന്നിട്ട് ഈ കാർഡ് നേരത്തെ പറഞ്ഞ ഒരു ആൻഡ്രോയിഡ് മൊബൈലിലേക്ക് ലോഡ് ചെയ്തിട്ട് കയ്യിലോട്ട് തന്നിട്ട് എന്നാ മോനെ കണ്ടോ, നീ കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ എന്നാ കണ്ടോ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് അങ്ങ് തന്നാൽ നാം ചെയ്ത സകലമാന സംഭവങ്ങളും ഒരു ഉളുപ്പുമില്ലാതെ നോക്കി കാണേണ്ട ഒരു ദിവസമുണ്ട്. കൈ നോക്കിയാൽ കാണാം. വലിയ കമ്പ്യൂട്ടർ വേണ്ട, ഡെസ്ക്ടോപ്പ് വേണ്ട, ലാപ്ടോപ്പ് വേണ്ട, പാംടോപ്പ് വേണ്ട. ഗാലക്സി S2 മൊബൈൽ കയ്യിൽ വെച്ചാൽ കയ്യിലുണ്ടെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ചെറിയ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ വിവരങ്ങൾ വീഡിയോ പോലെ കാണാം. ചെയ്ത കാര്യങ്ങൾ മുഴുവനും ഒപ്പിയെടുത്തിട്ടുണ്ട്. ഒരല്പം പോലും എഡിറ്റ് ചെയ്യാതെ നേർക്കുനേരെ ചെയ്ത കാര്യങ്ങൾ മുഴുവനും കാണുന്ന ഒരു ദിവസത്തെ പറ്റി അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാക്കണം, ഓരോ മനുഷ്യനും അവൻ ചെയ്ത റെക്കോർഡുകൾ അവന്റെ കൈകളിൽ തരുന്ന ഒരു ദിവസമുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂറത്തുൽ ഹാഖ വളരെ മനോഹരമായി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലത്തെ കൈ കൊണ്ടാണ് ഒരുവന് ഈ പറയപ്പെട്ട ഗ്രന്ഥം വാങ്ങേണ്ടി വരുന്നതെങ്കിൽ വലിയ സന്തോഷത്തിലാണവൻ. മലക്കുകൾ വന്ന് ഇടത്തെ കൈ ഒന്ന് പിടിച്ച് പുറകോട്ട് കിട്ടുന്ന അവസരം ഉറപ്പായി അൽഹംദുലില്ലാഹ്, ഇനി അതെനിക്ക് വലത്തെ കൈ കിട്ടും. എന്തൊരു സന്തോഷമാ! അങ്ങോട്ടെന്നില്ല ഇങ്ങോട്ടെന്നില്ല എന്ന അവസ്ഥയിൽ നട്ടം തിരിയുന്ന ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന മഹ്ശറ മരുഭൂമിയിൽ വെച്ച് എന്റെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ എന്ന് ചിന്തിക്കുന്ന ആ സാഹചര്യത്തിൽ അവനെ വിളിച്ചിട്ട് അവന്റെ ഇടത്തെ കൈ അങ്ങ് പിടിച്ച് പുറകോട്ട് കെട്ടുമ്പോൾ അൽഹംദുലില്ലാഹ്, രക്ഷപ്പെട്ടു, ഇനി എന്റെ വലത്തെ കയ്യിൽ അത് കിട്ടും. നന്മകളുടെ ത്രാസാണല്ലോ തൂക്കം കൂടുതൽ എന്നവൻ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ഒരു ദിവസം.
സുന്ദരമായി കൊണ്ടത് കാണാൻ പറ്റും. അവൻ ചെയ്ത നന്മകൾ മുഴുവനും അവന് വായിച്ചു നോക്കാൻ കിട്ടുന്ന അസുലഭ സൗഭാഗ്യമുള്ള ആ ദിവസം, സ്വർഗത്തിന്റെ അഹ്ലുകാരനായി കൊണ്ട് മാറുമെന്ന് ഉറപ്പിക്കപ്പെടുന്ന ദിവസം, വലത്തെ കൈകൊണ്ട് ആ ഗ്രന്ഥം വാങ്ങേണ്ടി വരുന്നവരുടെ നല്ല ഗുണങ്ങളെ പറ്റി അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ആശ നൽകുന്നതാ. വിശുദ്ധ ഖുർആന്റെ ഏതൊരു ആയത്തുകളിലൂടെയും സൂറത്തുകളിലൂടെയും കടന്നുപോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും മനുഷ്യനെ പേടിപ്പിക്കുന്ന രംഗമുണ്ടെങ്കിൽ ഉടനെ തന്നെ സമാധാനിപ്പിക്കുന്ന രംഗവും കാണാൻ പറ്റും. ഒരു ഹൗഫിന്റെയും റജാഇന്റെയും ഇടയിലുള്ള ഒരു അവസ്ഥ മനുഷ്യനുണ്ടാക്കുന്ന തരത്തിലുള്ള സംവിധാനം, വളരെ മനഃശാസ്ത്രപരമായ സമീപനം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ കാണാം. ഏറ്റവും ആദ്യം മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന സുന്ദരമായ സ്വർഗത്തെ പറ്റിയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം നമുക്കിവിടെ കാണാം. ഇത് കഴിഞ്ഞാലോ അതിഭീകരമായി കൊണ്ട് ഇടത്തെ കൈകൊണ്ട് ആ ഗ്രന്ഥം വാങ്ങേണ്ടി വരുന്ന അവസ്ഥയെ പറ്റി അള്ളാഹുവിന്റെ ഗ്രന്ഥം താക്കീതും നൽകുന്നുണ്ട്. ആ സന്തോഷകരമായ വാർത്ത നമുക്കൊന്ന് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يومئذ تعرضون لا تخفى منكم خافية فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. ആ സ്വർഗലോകത്ത് അള്ളാഹു നമ്മെ എല്ലാം ഒരുപ്പിക്കുമാറാകട്ടെ. വലത്തെ കൈകൊണ്ട് മാത്രം ഗ്രന്ഥം വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത്തരത്തിലൊരു ദിവസം നമ്മെ കാത്തിരിപ്പുണ്ട്. പരലോകത്തങ്ങ് ചെന്നാൽ വളരെയധികം പേടിക്കേണ്ട ഒരു ദിവസം. ഇത് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വളരെ ഭീകരമായ ഒരവസ്ഥയെ പറ്റിയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം താക്കീത് നൽകുന്നുണ്ട്. മുഅ്മിനായൊരു മനുഷ്യന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന, എന്തിനേറെ പറയുന്നു, സൂറത്തുൽ ഹാഖയിലെ ഈ വരികളിലൂടെ ആയത്തുകളിലൂടെ കടന്നു പോകുന്ന ഏതൊരു പണ്ഡിതനും തൊണ്ട ഇടറാതിരിക്കില്ല, കരയാതിരിക്കില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് വിഷമത്തോടെ ആ സൂറത്ത് പാരായണം ചെയ്യുന്ന സദസ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിസ്കാരത്തിൽ ഈ സൂറത്തുകളിലൂടെ, ഈ ആയത്തുകളിലൂടെ കടന്നു വന്നാൽ ആദ്യത്തേത് ഓതി തീർത്താൽ കരച്ചിൽ, സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ. അതെങ്ങാനും എനിക്ക് കിട്ടിയാൽ റബ്ബേ ഞാൻ വിജയികളുടെ കൂട്ടത്തിലായല്ലോ, ഞാൻ വലിയ സൗഭാഗ്യവാനാണല്ലോ എന്ന പ്രതീക്ഷ. രണ്ടാമതായി അള്ളാഹുവിന്റെ ഗ്രന്ഥം താക്കീത് നൽകുന്ന വിഷയങ്ങളെ പറ്റിയുള്ള ആ വരികളിലൂടെ കടന്നു വരുമ്പോൾ മുഅ്മിനായൊരു മനുഷ്യന്റെ ഹൃദയം പൊട്ടാതിരിക്കില്ല. അതിശക്തമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വ്യക്തമായ താക്കീത് ഇവിടെ കാണാം. ഇടത് കൈകൊണ്ടെങ്ങാനുമാണ് അവൻ ആ ഗ്രന്ഥം വാങ്ങേണ്ടി വരുന്നതെങ്കിൽ കഴിഞ്ഞു, പിന്നെ തിരിച്ചു പോക്കില്ല, പിന്നെ അങ്ങോട്ട് നഷ്ടങ്ങളുടെ പട്ടിക മാത്രമാണ്. ആ ഒരു ദിവസത്തെ പറ്റി, ആ ഒരു സാഹചര്യത്തെ പറ്റി അള്ളാഹുവിന്റെ ഗ്രന്ഥം പരാമർശിക്കുന്നുണ്ട്. ആ ഇരിപ്പ് തന്നെ കണ്ടോ, ഞാൻ പലപ്പോഴും ഉദാഹരിക്കാറുണ്ട്. വിശുദ്ധമായ റമളാൻ മാസത്തെ അവഗണിച്ച് നടക്കുന്ന ആളുകൾ വിശുദ്ധ ശവ്വാലിന്റെ പൊൻപിറ കണ്ടു കഴിയുമ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട് മുഅ്മിനീങ്ങൾ തക്ബീർ മുഴക്കിക്കൊണ്ട് കഴിഞ്ഞ ഒരു മാസം ഞാൻ കരഗതമാക്കിയല്ലോ അല്ലാ എന്ന സന്തോഷത്തോടെ പള്ളിയിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവന്റെ മോഹം ഈ കോലത്തിലാവും. നഷ്ടപ്പെട്ടല്ലോ അല്ലാ, ഒരു മാസം പോയി, ഇനി അടുത്ത കൊല്ലം വരെ കാത്തിരിക്കണമല്ലോ എന്നുള്ള വിഷമം എന്ന അവസ്ഥ വേണമെങ്കിൽ ഒന്ന് ഭവിച്ചു നോക്കാം. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആകാത്ത ആൾക്കാരുണ്ട്. ചാക്കപ്പന് എന്ത് മഹശറ, അല്ലാത്തവർക്ക് അതൊന്നും വലിയ കാര്യമല്ല. അങ്ങനെ എല്ലാ ദിവസവും ഒരുപോലുള്ള ആളുകളുണ്ട്. ആ കൂട്ടത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. ഈ പറയപ്പെട്ട ഭീകരാന്തരീക്ഷം നേരിട്ട് കാണേണ്ടവരാ ഞാനും നിങ്ങളും. അങ്ങനെ ഇടതു കൈ കൊണ്ടെങ്ങാനും ഗ്രന്ഥം വാങ്ങേണ്ടി വന്നാലോ, മലക്കുകൾ വന്നിട്ട് അവൻ്റെ വലത്തെ കൈയൊന്ന് പിടിക്കുമ്പോൾ
പ്രതീക്ഷയ്ക്ക് വകയില്ല. ആ കൈ പിടിക്കുന്നത് പിടിച്ച് പുറകോട്ട് കെട്ടാനാണ്. പിന്നെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഇടത്തെ കയ്യാ, ആ ഇടത്തെ കയ്യിലേക്ക് ആ ഗ്രന്ഥം ഇങ്ങ് നൽകും. അത് നാം കാണും. അത് വായിക്കുന്ന കോലത്തിലാണോ, സിനിമ പോലെ വീഡിയോ പോലെ കാണുകയാണോ? അള്ളാഹു അലം. അള്ളാഹുവിന് ഒരു ടെക്നോളജിയുടെയും ആവശ്യമില്ലല്ലോ. ഇനി അതവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഗ്രന്ഥം ഇതാണ്, ഇതെൻ്റെ കയ്യിൽ കിട്ടി, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അങ്ങേ തലക്കൽ ഈ തലക്കൽ ഒരു VGA കേബിൾ കണക്ട് ചെയ്തിട്ട് ആ പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്താൽ ഞാൻ കാട്ടിക്കൂട്ടിയ സകലമാന വേഷം കെട്ടുകളും ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾ അതിൽ കാണുന്നത് പോലെ ലോകത്തിനു മുന്നിൽ എൻ്റെ എല്ലാ തരത്തിലുള്ള വഷളത്വരങ്ങളെയും അള്ളാഹ് പുറത്തു കാണിക്കേണ്ടി വന്നാൽ കാണിച്ചു കൊടുക്കുമല്ലോ. അള്ളാഹുവിനതൊന്നും നിയമമല്ലല്ലോ. റബ്ബ് ചിന്തിക്കുകയാണ്, അവൻ്റെ ഇങ്ങനെയുള്ള കുറെ സംഭവം കൂടി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കണമെന്നെങ്ങാനും അള്ളാഹ് തീരുമാനിച്ചാൽ നമ്മൾ ഈ കാണുന്ന നിസാര ഉദാഹരണം, ഇതെൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പിൽ ഞാൻ കാണുന്നത് നൂറുകണക്കിന് ആളുകൾ നേരിട്ടതിൽ കാണുകയാണ്. ഇതെൻ്റെ ഗ്രന്ഥമാണെങ്കിലോ ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഞാൻ വായിക്കുന്നതോടൊപ്പം ലോകർക്ക് അള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ്, അവനെ വശലാക്കുകയാണ്. മാന്യതയുടെ മുഖം മൂടി അള്ളാഹു അവിടെ പിച്ച് ചീന്തി കളയുന്ന ഒരു രംഗം നമുക്കവിടെ കാണാം. അതേ തൊട്ട് രക്ഷപ്പെടേണ്ട ഒറ്റ വകുപ്പേ ഉള്ളൂ. മനസ്സിലാക്കണം, എന്താ? ഈ ലോകത്ത് വെച്ച് ഇവിടെ ജീവിക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് തീരുമാനമെടുക്കുന്നു, ഞാൻ എൻ്റെ ഒരു മുസ്ലിം സഹോദരന്റെ ഒരു കുറ്റം അനാവശ്യം ഒരൊറ്റ വ്യക്തിയോടും പറയില്ല എന്നങ്ങ് തീരുമാനമെടുക്കലാണത്. എൻ്റെ മുസ്ലിം സഹോദരൻ അവൻ ചെയ്ത തെറ്റായിക്കോട്ടെ, പക്ഷെ അവനെ ഇടങ്ങേറാക്കാൻ, അവന് ആളുകളുടെ മുന്നിൽ ാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരാളോട് പറഞ്ഞു കൊടുക്കൂല എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനമാക്കിക്കോ. മഹ്ശറ മരുഭൂമിയിൽ നിങ്ങളുടെ തെറ്റുകളെ അല്ലാഹു ലോകത്തിന് മുന്നിൽ നിന്നും മറച്ചു വെച്ചു കളയും, രക്ഷിക്കും. വകുപ്പ് കണ്ടോ? നിസ്സാരമായ ലാഭത്തിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ ആഖിറം നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ തെറ്റുകൾ വലുതാണെങ്കിലോ അത് മുഴുവനും നേരിട്ട് വായിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഇടതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടാലോ അവന്റെ പരിതാപകരമായ അവസ്ഥയെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നത് നമുക്കൊന്ന് കാണാം. يا ليتها كانت القاضية ما أغنى عني مالية هلك عني سلطانية خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانيه خذوا. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഇത്തരത്തിലുള്ള ഇടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. വല്ലാതെ പേടിക്കേണ്ട ഒരു ദിവസമാണത്. വലത്തെ കൈ പിടിച്ച് പുറകോട്ട് കെട്ടുന്ന സമയം, ഇടത്തെ കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടാൽ അവന്റെ അവസ്ഥ, എൻ്റെ മരണത്തോടെ അതങ്ങ് തീർന്നിരുന്നെങ്കിൽ, പിന്നെ ഒരു ജീവിതം ഇല്ലായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ പരലോകം എന്ന ഒന്നില്ലാതിരുന്നെങ്കിൽ എന്നാ പറഞ്ഞത്. പരലോകം ഉണ്ടോ എന്ന് സംശയമുണ്ടോ? പരലോകം എന്നൊന്നില്ലാതിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ദിവസം. ഈ പറയപ്പെട്ട വസ്തുതകളിൽ പലതും ഞാൻ ശാസ്ത്രീയമായ വിശദീകരണം നൽകിയെങ്കിൽ അതെല്ലാം സത്യമാണെങ്കിൽ നിർബന്ധമായും കണ്ടുമുട്ടേണ്ട ഒരു പരലോകമുണ്ട്. അതേപ്പറ്റി വളരെ വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുകയാണ്. അങ്ങനെയൊന്നില്ലാതിരുന്നെങ്കിൽ, എൻ്റെ മരണത്തോടെ അങ്ങെല്ലാം അങ്ങ് തീർന്നിരുന്നെങ്കിൽ എന്നൊരു മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്ന ദിവസം. എൻ്റെ സ്വത്ത് എനിക്ക് പ്രയോജനം ചെയ്തില്ല, എൻ്റെ സ്വാധീന ശക്തി, എൻ്റെ സുൽത്താനിയത്ത് ഒരു ഗുണവും എനിക്ക് ചെയ്തില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോട് അവനെ പിടിച്ച് നരകത്തിലേക്ക് എറിയൂ എന്ന് പറയുന്ന ദിവസം, 70 മുഴത്തോളം നീളമുള്ള ചങ്ങലയ്ക്കുള്ളിൽ അവനെ പ്രവേശിപ്പിക്കൂ. വായിലൂടെ ചുട്ടുപഴുത്ത ചങ്ങല പ്രവേശിപ്പിച്ച് മലദ്വാരത്തിലൂടെ അത് ഊരിയങ്ങെടുക്കുന്ന ദിവസം.
ചിന്തിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ളൊരു ദിവസത്തെപ്പറ്റി വളരെ വ്യക്തമായ സൂചന അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം മനുഷ്യന് നൽകുന്നുണ്ട്. വെറുതെ ഒരല്പം കൂടി മനസ്സൊന്നുകൂടി ഒന്ന് തണുക്കാൻ, ആ മനസ്സിന് കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യമാകാനുള്ള ഒരവസരം കിട്ടാൻ വെറുതെ നിങ്ങളൊന്ന് കാണുക, വെറുതെ ഒന്ന് കാണുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يومئذ تعرضون لا تخفى منكم خافية فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانيه خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليت ദുനിയാവിലെ തീയ് ആഖിറത്തിലെ തീയെപ്പറ്റി ചിന്തിക്കുമ്പോൾ കരയുന്നുണ്ട്. ദുനിയാവിലെ തീയെപ്പറ്റി ചിന്തിക്കുമ്പോൾ കരയുന്ന രംഗം, അതികഠിനമായ തീയ്. അള്ളാഹു ആ നരകത്തെ തൊട്ട് നമ്മയെയും അഹലുകാരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, ഒരു യഥാർത്ഥ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തവൻ കാണുന്ന സുന്ദരങ്ങളായ എന്തു കാഴ്ചയുണ്ടോ ആഖിറം ചിന്തിക്കുവാൻ ഉദാഹരണങ്ങളാണ്. ഹിമാലയൻ പ്രദേശത്തേക്കും മറ്റിതര തണുപ്പുള്ള രാജ്യങ്ങളിലേക്കും ജമ്മു കാശ്മീരിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ നാം കാണുന്ന സുന്ദരങ്ങളായ കാലാവസ്ഥയും മരങ്ങളും ആപ്പിൾ തോട്ടങ്ങളും ഒക്കെ ആഖിറം ചിന്തിക്കാൻ നല്ല ഉദാഹരണങ്ങളാണ്. നാം ഈ ദുനിയാവിൽ കാണുന്ന ഭീകരമായ ഏതൊരു ദൃശ്യമാണെങ്കിലും, അത് വീഡിയോയിൽ കണ്ടാലും നേരിട്ട് കണ്ടാലും, മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുക, ആഖിറത്തിൽ എൻ്റെ അവസ്ഥ എന്താ, അവിടെ ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ എവിടെയായിരിക്കും. അല്ലാത്തവനൊരു ബോളിവുഡ് സിനിമ ഉണ്ടോ തോന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല. സത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട വസ്തുതകൾ ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാ. എന്തെടുത്താലും ദുനിയാവിലൊരു ഗുണവും ആഖിറത്തിൽ മറ്റൊരു ഗുണവും നൽകിക്കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആഖിറം സംരക്ഷിക്കാനുള്ള വകുപ്പുകൾ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സുന്ദരമായ ലോകം നമുക്ക് നൽകാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഒരു നിർബന്ധവുമില്ല എല്ലാവരെയും നരകത്തിലിടണമെന്ന്. രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള മെത്തേഡുകളും ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് രക്ഷപ്പെടാനും ഇഹലോകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനും വേണ്ടി അല്ലാഹു വിശുദ്ധ ഖുർആൻ വഴിയും
തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസാനുഷ്ഠാനങ്ങളുടെയും സ്വഭാവ സംസ്കാരങ്ങളുടെയും ആരോഗ്യശീലങ്ങളുടെയും നിയമസംഹിതകളുടെയും ആകെ തുകയാണ് വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. പരലോകത്ത് രക്ഷപ്പെടാൻ, ശാശ്വതമായ സ്വർഗം കിട്ടാൻ, കത്തിക്കാളുന്ന നരകത്തെ തൊട്ട് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയിട്ടുണ്ട്. അതിന് 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവൻ ഈ ലോകത്ത് മനുഷ്യന് നൽകിയിട്ടുള്ള വിശ്വാസാനുഷ്ഠാനങ്ങൾ, സ്വഭാവ സംസ്കാരങ്ങൾ, ആരോഗ്യശീലങ്ങൾ, നിയമസംഹിതകൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് 2 ഗുണങ്ങളുണ്ട്. ഈ പറയപ്പെട്ട 4 വസ്തുതകളിലും ഒരു വലിയ പാരത്വിക ഗുണം അവനെ കാത്തിരിപ്പുണ്ട്. പരലോകത്ത് വലിയൊരു ഗുണമുണ്ട്. വിശ്വാസാനുഷ്ഠാനങ്ങൾ പാലിച്ചാൽ, ആ സ്വഭാവ സംസ്കാരങ്ങൾ പാലിച്ചാൽ, ആരോഗ്യശീലങ്ങൾ ഉൾക്കൊണ്ടാൽ, നിയമസംഹിതകൾ അനുസരിച്ചാൽ വലിയൊരു പാരത്രിക ഗുണം, സുന്ദരമായ സ്വർഗലോകം, മനോഹരമായ ലോകം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുവന്റെ പാരത്രിക നന്മയ്ക്കു വേണ്ടി ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ള മേൽപ്പറഞ്ഞ 4 കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പാരത്രിക ഗുണം കിട്ടുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ ഭൗതിക ഗുണം കൂടി ഈ ലോകത്ത് കിട്ടുന്നുണ്ട്. അഥവാ ഒരു ഭൗതിക ഗുണം കൂടി അവശേഷിപ്പിക്കാതെ ഒരു പാരത്രിക ഗുണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കർമാനുഷ്ഠാനവും അള്ളാഹുവിന്റെ മതത്തിലില്ല. ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഭൗതികമായി കൂടി ഒരു ഗുണം അവശേഷിപ്പിക്കാതെ ശാശ്വതമായ പാരത്രിക ഗുണത്തിനു വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ്. ഭൗതികമായ ഗുണം അവശേഷിപ്പിക്കാതെ പാരത്രിക ഗുണം മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു കർമാനുഷ്ഠാനം അള്ളാഹുവിന്റെ മതത്തിലില്ല. തെളിയിക്കാൻ പറ്റും. അങ്ങനെ ഏതൊരു കർമാനുഷ്ഠാനം നാം എടുത്തു പരിശോധിച്ചാലും സുന്ദരമായി ഈ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ആദ്യ പടിയായി നാം കാണേണ്ടത് ഒരു ചരിത്രത്തിലൂടെ ശാസ്ത്രത്തിന്റെ സുന്ദരമായ വാതായനങ്ങളിലേക്ക് നാം എത്തുകയാണ്. ചരിത്രത്തിലൂടെ ശാസ്ത്രത്തിന്റെ സുന്ദരമായ വാതായനത്തിലേക്ക് എത്തുകയാണ്. ആ ശാസ്ത്രം വഴി എനിക്ക് തെളിയിക്കാം, ഒരു മുഗ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് അവൻ ചെയ്യുന്ന വിശ്വാസാനുഷ്ഠാനങ്ങളും സ്വഭാവ സംസ്കാരങ്ങളും ആരോഗ്യശീലങ്ങളും നിയമസംഹിതകളും ശാസ്ത്രത്തിന് പൂരകമാണ്, സുന്ദരമായി ശാസ്ത്രവുമായി യോജിച്ചു വരുന്നതാണ്. വിശ്വാസാനുഷ്ഠാനങ്ങൾ ഇൻഷാ അല്ലാഹ് ഉടനെ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വഭാവ സംസ്കാരങ്ങൾ എടുത്തു നോക്കിക്കേ. എങ്ങനെ മാതാപിതാക്കളോട് പെരുമാറണം, അയൽവക്കക്കാരനോട് എങ്ങനെ പെരുമാറണം എന്നിങ്ങനെ അങ്ങ് പോയിട്ട് സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന പ്രഖ്യാപനം എത്രത്തോളം സുന്ദരമായ സാമൂഹിക ശാസ്ത്രമാണ് ആ വിഷയത്തിൽ ഉൾക്കൊള്ളുന്നത്. ആരോഗ്യശീലങ്ങൾ, രാവിലെ ഉറക്കമുണർന്നാൽ ഏറ്റവും ആദ്യം മുൻകൈകൾ 2 കഴുകണം എന്ന് പഠിപ്പിക്കുന്ന മതം, അതൊരു മതമാണ് പഠിപ്പിക്കുന്നത്. ഒരുവൻ രാവിലെ ഉറക്കമെഴുന്നേറ്റാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താ? 2 മുൻകൈകൾ കഴുകണം എന്ന് പഠിപ്പിക്കുകയാണ് ഒരു മതം. ഒരു പ്രത്യയശാസ്ത്രം ലോകത്തോട് പഠിപ്പിക്കുന്നു, മുൻകൈകൾ 2 കഴുകണം. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ വെച്ച് കയറണം. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഒരല്പം ഇടത്തോട്ട് ചരിഞ്ഞിരിക്കണം. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ തലമറയ്ക്കണം. മൂത്രത്തിൽ തുപ്പാൻ പാടില്ല. ടോയ്ലറ്റിൽ വെച്ച് പല്ല് തേക്കാൻ പാടില്ല. ഒത്തുകളിൽ മൂത്രമൊഴിക്കാൻ പാടില്ല. ഇടവേളകളിൽ ഗുഹ്യരോമവും കക്ഷരോമവും മാറ്റണം. ഇതെല്ലാം ഗുണകരമായ ഇഹലോക സംബന്ധമായ ഗുണകരമായ വസ്തുതകളായിക്കൊണ്ട് ശാസ്ത്രം പോലും എണ്ണുമ്പോൾ ഈ പറയപ്പെട്ട വസ്തുതകൾ പാലിക്കുന്നവന് വലിയൊരു പാരത്രിക നേട്ടവും റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. ഇടവേളകളിൽ ഗുഹ്യരോമവും കക്ഷരോമവും നീക്കം ചെയ്തുകൊണ്ട് ശുദ്ധി പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. അത് ചെയ്യുന്നത് കൊണ്ടോ ഒരു വലിയ പാരത്രിക നേട്ടം, ഇഹലോകത്തോ ആരോഗ്യപരമായ ജീവിതം. മൂത്രമൊഴിച്ചാൽ കഴുകണം, ശൗച്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന മതം. അല്ലെങ്കിലോ കഠിനമായ ദൈവിക ശിക്ഷയെ പറ്റിയുള്ള താക്കീതും, ദൈവിക ശിക്ഷയെ പറ്റിയുള്ള താക്കീത് കൊടുക്കുകയും സുന്ദരമായ ലോകത്തെ പറ്റിയുള്ള പ്രതീക്ഷ കൊടുക്കുകയും ചെയ്തുകൊണ്ട് കർമാനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ പഠിപ്പിച്ച മനഃശാസ്ത്രപരമായ സമീപനം അള്ളാഹുവിന്റെ വിശുദ്ധ മതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിയമസംഹിതകൾ എടുത്തൊന്ന് പരിശോധിക്കൂ. വ്യക്തമായ തെളിവോടെ 2 വ്യക്തികളെ, വിവാഹം ചെയ്യപ്പെട്ട 2 വ്യക്തികളെ അവരെ വ്യഭിചാര കുറ്റത്തിന് ആരോപണം ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കപ്പെട്ട് വ്യക്തമായ തെളിവുകളോടെ അത് ഹാജരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സാക്ഷികളോടെ ഹാജരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമം എന്താ? അവരെ എറിഞ്ഞുകൊല്ലണം എന്നാണ്. ആ വ്യക്തികളെ എറിഞ്ഞുകൊല്ലണം എന്നാണ് മതം പഠിപ്പിക്കുന്നത്. വ്യക്തമായ തെളിവുകളോടെ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മതത്തിന്റെ നിയമം എറിഞ്ഞുകൊല്ലണം. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ എത്ര തെറ്റ് ചെയ്താലും ഒരു മനുഷ്യനെ കൊല്ലുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന മനുഷ്യ സ്നേഹികളോട് ചോദ്യമുണ്ട്. കുടുംബ ഭദ്രതയും സമൂഹ ഭദ്രതയും രാഷ്ട്രഭദ്രതയും ലോകത്തിന്റെ തന്നെ ഭദ്രത ഇല്ലാതാക്കി കളയുന്ന
പ്രധാനപ്പെട്ട ചില പ്രത്യേക കുറ്റകൃത്യങ്ങൾക്ക് അത് മുളയിലെ നുള്ളിക്കൊണ്ട് മറ്റുള്ളവർക്ക് പാഠമാക്കുവാൻ വേണ്ട വ്യക്തമായ നിയമസംഹിതകൾ അള്ളാഹുവിന്റെ മതത്തിലുണ്ട്. നടപ്പിലാക്കപ്പെടേണ്ട രീതിയോ പരസ്യമായി തന്നെ ആരോപണ വിധേയരായവർ, തെളിയിക്കപ്പെട്ടവർ, കുറ്റം തെളിയിക്കപ്പെട്ട വിവാഹിതരായ ആളുകളാണെങ്കിലോ എറിഞ്ഞാൽ മരിക്കും എന്നുറപ്പുള്ള കല്ലുകളുമായി കൊണ്ട് അവർക്ക് ചുറ്റും കൂടണം. എറിയുവാൻ ആജ്ഞാപിക്കപ്പെടുമ്പോൾ എറിയണം. അതിന്റെ ഉപനിയമങ്ങൾ പഠിപ്പിക്കുന്നു. ആ പറയപ്പെട്ട വ്യക്തികളിൽ ആരെങ്കിലും ഒരു 2 റക്അത്ത് നിസ്കരിക്കണം എന്നാവശ്യപ്പെട്ടാലോ നിസ്കരിക്കുവാൻ അനുവദിക്കേണ്ടതാണ്. ഒരല്പം വെള്ളം വേണമെന്നോ ഭക്ഷണം കഴിക്കണമെന്നോ ആവശ്യപ്പെട്ടാലോ വേണമെങ്കിൽ കൊടുത്താൽ മതി. ഉപനിയമങ്ങൾ, നിയമങ്ങളും ഉപനിയമങ്ങളും വ്യക്തമായി പഠിപ്പിച്ച് കുടുംബ, സമൂഹ, രാഷ്ട്ര, ലോക ഭദ്രത നിലനിർത്തുവാൻ പറ്റുന്ന നിയമ സംവിധാനം, നിയമ സംഹിതകൾ അള്ളാഹുവിന്റെ മതത്തിലുണ്ട്. അതിൽ ബലാത്കാരമില്ല എന്നത് സത്യം തന്നെ. പക്ഷെ വന്നുപെട്ട് മതത്തിലായോ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. അത് നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. മാതൃകാ യോഗ്യമായ ശിക്ഷകളാണ് അള്ളാഹുവിന്റെ മതം സംവിധാനം ചെയ്തിട്ടുള്ളത്. എന്നിത്യാദിയുള്ള വിഷയങ്ങളിൽ നാം കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ചും ഇന്ത്യ മഹാരാജ്യത്തെ പറ്റി നാം പഠിക്കുമ്പോൾ, വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലൂടെ, ഒരു ചരിത്രത്തിലൂടെ, ശാസ്ത്ര വസ്തുതകളിൽ മേൽപ്പറയപ്പെട്ട വസ്തുതകളുടെ ശാസ്ത്രീയതയിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയാമോ, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ആദ്യമായി വിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി കടന്നു വരുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുചരന്മാരാണ്, സ്വഹാബത്താണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ആദ്യമായി ദീനുൽ ഇസ്ലാം കടന്നു വരുന്നത് അത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആർജവം കൊള്ളേണ്ട ഒരു സാഹചര്യമാണത്. കേരളീയൻ ആർജവം കൊള്ളേണ്ട സാഹചര്യം എന്താണത്? ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ആദ്യമായി വിശുദ്ധ ദീൻ കടന്നു വന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലൂടെയാ. അതെന്നാ? AD 627 പുന്നാര ഹബീബിന്റെ 58ാമത്തെ വയസ്സിലാണ് കേരളക്കരയിൽ വിശുദ്ധ ദീൻ കടന്നു വരുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ആദ്യമായി കേരളക്കരയിലാണത്. കേരളത്തിലേക്ക് ഏറ്റവും ആദ്യമായി കടന്നു വന്ന സ്വഹാബി ആരാണെന്ന് പറയാമോ? ആർക്ക് പറയാം? കുട്ടികൾ പറ. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു എന്ന ചരിത്രത്തിനോട് അല്പം പുറകോട്ട് കൂടി നാം പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ആദ്യമായി കടന്നു വന്ന സ്വഹാബി മഹാനായ തമീമുൽ അൻസാർ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് പ്രബലാഭിപ്രായം. കേരളത്തിലാണോ ഇന്ത്യയിലാണോ എന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. കേരളത്തിലാണത് ഏറ്റവും ആദ്യമായി വന്നത് എന്നതാണ് പ്രബലാഭിപ്രായം. അങ്ങനെ കണക്കൂട്ടുമ്പോൾ മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിന് 2 വർഷങ്ങൾക്ക് മുൻപ് AD 627 മഹാനായ തമീമുൽ അൻസ്വാർ റളിയല്ലാഹു അൻഹു 11ഓളം വരുന്ന സ്വഹാബി സംഘവുമായി കൊണ്ട് കേരളക്കരയിലേക്ക് കടന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കേരളത്തിലേക്ക് കടന്നു വന്ന ഏറ്റവും ആദ്യത്തെ ഇസ്ലാമിക് പേഴ്സണാലിറ്റി മഹാനായ തമീമുൽ അൻസ്വാർ റളിയല്ലാഹു അൻഹു ആണ്. മറ്റൊരു അഭിപ്രായ പ്രകാരം ഷെയ്ഖ് സഹീറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ അൽ മദീനി എന്നറിയപ്പെട്ട മഹാനാണ് എന്നും അഭിപ്രായമുണ്ടെങ്കിലും പ്രബലാഭിപ്രായം മഹാനവർകൾക്കാണ്, തമീമുൽ അൻസ്വാർ റളിയല്ലാഹു അൻഹുവിനാണ്. അങ്ങനെ കേരളത്തിലേക്ക് കടന്നു വന്ന സ്വഹാബി സംഘം കേരളത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സമുദായാംഗങ്ങൾ, പ്രത്യേകിച്ചും ഹൈന്ദവ സഹോദരങ്ങൾ, ഈ മുസ്ലിം പണ്ഡിതന്മാരെ, സ്വഹാബത്തിനെ 2 കൈയും നീട്ടി സ്വീകരിച്ച ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലേക്ക് അങ്ങ് സ്വീകരിക്കുകയാണ്. സ്വീകരിച്ചു. ഈ സ്വീകരണത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, നാം മനസ്സിലാക്കണം. വിദേശികൾ മുഴുവനും കേരള മണ്ണിലെത്തിക്കൊണ്ട് ഇതിനേക്കാൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ കേരള മണ്ണിലെത്തി കേരള മണ്ണിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ചൂഷണം ചെയ്തുകൊണ്ട്, മണ്ണിലും പൊന്നിലും പെണ്ണിലും ചൂഷണം ചെയ്തുകൊണ്ട് കേരള മണ്ണിനെ നശിപ്പിച്ചുകൊണ്ട് വിദേശികൾ കടന്നുപോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വിദേശികളെന്ന് കേട്ടാൽ ചതുർത്ഥി കാണുന്നതുപോലെ മനസ്സിലാക്കിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സമുദായാംഗങ്ങൾ ഈ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ വരവ് ഇവരെ കണ്ടപ്പോൾ, ഇവരുടെ മുഖത്തുള്ള ജലാലിയത്തിന്റെ പ്രകാശം കണ്ടപ്പോൾ ഇവരോട് വല്ലാത്ത സ്നേഹം തോന്നുകയാണ്. ഇവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ വല്ലാത്ത ഭവ്യത അവരോട് തോന്നുകയാണ്. അങ്ങനെ അവരെ സ്വീകരിച്ചു. അവർക്ക് കുടിക്കുവാൻ നാളികേരം, ഇളനീരിട്ട് കൊടുത്തു, കരിക്കിട്ട് കൊടുത്തു. ആ കരിക്കുമായി കൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇത് 2 കൈകൊണ്ടും വാങ്ങുന്നതിന് മുൻപ് മഹാരഥന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, ഇത് എവിടെ നിന്നുള്ളതാ? ഇത് ആരുടേതാ? ആരുടെ മുതലാ? പൊരുത്തപ്പെട്ട് തരുന്നതാണോ? ഇതിൻ്റെ ഉടമസ്ഥനാരാ? അന്വേഷണം നടക്കുകയാണ്. ഇന്നലെ നാം സംസാരിച്ച പോയിന്റിലേക്ക് തിരിച്ചു പോകണം. ഹറാമായ ഒരു മുതലും എൻ്റെ ഉള്ളിൽ പോകാൻ പാടില്ല. ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നാണെങ്കിലോ സംശയിക്കാം. സൂക്ഷ്മാലുക്കളായ സ്വഹാബത്ത് ആരുടേതാണെന്നുള്ള ചോദ്യം പൊരുത്തപ്പിടിച്ച മുതലാണ്, ഉടമസ്ഥനുണ്ടെന്ന് ഉറപ്പിച്ച ശേഷം മാത്രം അത് 2 കൈകൊണ്ടും വാങ്ങി, എല്ലാവരും 2 കൈകൊണ്ട് വാങ്ങി ഒരുപോലെ കുന്തക്കാലയിൽ ഇരുന്ന് ഒരുപോലെ അത് പാനം ചെയ്യുന്ന ചരിത്രം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും.
ബാങ്കിന്റെ സമയമായപ്പോൾ ഒരാൾ ബാങ്ക് കൊടുക്കുന്നു, പടിഞ്ഞാട്ട് കടലിനോട് ചേർന്ന് ബാങ്ക് കൊടുക്കുന്നു. ഒരൊറ്റ ഇമാമിന് കീഴിൽ എല്ലാവരും ഒരുപോലെ നിസ്കരിക്കുന്നു. ഒരുപോലെ എന്നുള്ളത് ഇൻവെർട്ടർ കോമയിലാണ്. എല്ലാവരും ഒരുപോലെ നിസ്കരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആകൃഷ്ടരായ നമ്മുടെ സഹോദര സമുദായാംഗങ്ങൾ ഇവർക്കിട്ട പേരാണ് മഹാപിള്ളമാർ. മഹാപിള്ളമാർ, വടക്കോട്ടൊക്കെ മഹാപിള്ളമാർ ലോപിച്ചാണ് മാപ്പിള്ളയായി മാറിയത് എന്നാണ് പറയപ്പെടുന്നത്. മഹാപിള്ളമാർ എന്നുള്ള പേരിട്ടത് ഹൈന്ദവ സഹോദരങ്ങളാ. പിള്ളമാർ എന്നാൽ വലിയ പ്രാധാന്യമുള്ള ഒരു ഗ്രൂപ്പാണ്. നമ്മെ മഹാപിള്ളമാർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അത് ലോപിച്ചു മാപ്പിള്ളയായി വടക്ക് ഭാഗത്തോട്ടൊക്കെ. അങ്ങനെ അന്ന് രാജ്യം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ കുലശേഖരവർമ്മ രാജാവ്, തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ രാജാവിന്റെ സന്നിധാനത്തിലേക്ക് ഈ വിഷയമെത്തുകയാണ്. വിദേശികളായ കുറെ ആളുകളിവിടെ വന്നിട്ടുണ്ട്. എന്തോ വല്ലാത്ത തേജസ്സാണ് അവരെ കണ്ടാൽ. അവർ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ അവരെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ സദസ്സിലേക്ക് അവരെ കൊണ്ടുവന്നു. അവിടെ വെച്ച് ചോദിച്ചു, ആരാണ് നിങ്ങൾ, എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട സ്വഹാബത്ത് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന രംഗം നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധനം അല്ലായിരുന്നു ഇവരുടെ കേരളത്തിലേക്കുള്ള വരവിന്റെ ഉദ്ദേശം. നിങ്ങൾക്കറിയാമോ, ഇവർ യഥാർത്ഥത്തിൽ വന്നത് ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ഭൂപടം, ഈ ഭൂമിഗോളത്തിൽ ഇന്ത്യ നിങ്ങൾക്ക് കണ്ടെത്താം. മൂലക്ക് കാണുന്നത് ശ്രീലങ്കയാണ്. മഹാനായ അബുൽ ബഷർ സയ്യിദന ആദം അലൈഹിസ്സലാം മഹാനവർകളെ സ്വർഗത്തിൽ നിന്നും അള്ളാഹു ഭൂമി എന്ന പ്രദേശത്ത്, ഗോളത്തിൽ, ഭൂമി എന്ന ലോകത്ത് മനുഷ്യരുടെ പ്രതിനിധി ആയിക്കൊണ്ട് അയക്കുമ്പോൾ മനുഷ്യൻ എന്ന കുലം ഭൂമിയിൽ ഉണ്ടാകുവാൻ സബബായ ചില സംഭവത്തിന് ശേഷം മഹാനായ ആദം അലൈഹിസ്സലാമെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു എന്ന് പറയപ്പെടുന്ന പഴയ സിലോൺ ശ്രീലങ്കയിലേക്കാണ്. ശ്രീലങ്കയിലാണ് ആദം അലൈഹിസ്സലാമിനെ ഇറക്കുന്നത്. അഥവാ ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് ചരിത്രകാരന്മാരിൽ പലരും പറഞ്ഞു വെച്ചിട്ടുള്ള സിലോൺ എന്ന പ്രദേശം, ആ കാണുന്ന ഭാഗം, അവിടെയാണ് ആദം അലൈഹിസ്സലാമെ ഇറക്കിയത്. മഹതിയായ ഹവ്വ റളിയല്ലാഹു അൻഹയെ ഇറക്കിയതോ സൗദി അറേബ്യയിൽ, ജിദ്ദയിലാണ്. ജദ്ദത്ത് എന്ന അർത്ഥമൊക്കെ ആ പദത്തിനുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ആ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് നമ്മുടെ ഉമ്മയെ ഇറക്കിയത്. രണ്ടുപേരും തമ്മിൽ കാണണമെങ്കിൽ രണ്ട് കടലും രണ്ട് കരയും കിടക്കണം ഏതാണ്ടൊക്കെ. ചെറിയ കടലിടുക്കാണല്ലോ ഈ ശ്രീലങ്കയുടെ ഭാഗം. പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ശൈത്വാനെ ഇറക്കിയതാണെങ്കിലോ അത് വേറെങ്ങല്ല, ആ കാണുന്ന സ്ഥലത്താണ്, ജോർദാനിലാണ്. ഇബ്ലീസിനെ ഇറക്കിയത് ജോർദാനിൽ. ഇപ്പൊ മുപ്പര് എവിടെ ഉണ്ട്? നമ്മുടെയൊക്കെ രക്തത്തിലുണ്ട്. ഇങ്ങനെ ഓടി നടക്കുകയാണ്. അങ്ങനെ ജോർദാനിൽ ശൈത്വാൻ ഇബ്ലീസിന് ലഅനത്തുല്ലാഹി അലൈഹിയെ, ഉമ്മ ഹവ്വ റളിയല്ലാഹു അൻഹയെ ജിദ്ദയിൽ, പിതാവ് ആദം അലൈഹിസ്സലാമയെ ശ്രീലങ്കയിൽ, ഇങ്ങനെയാണ് ഇറക്കിയിട്ടുള്ളത്. ഈ പറയപ്പെട്ട ശ്രീലങ്കയിൽ ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിലാണ് മഹാനായ ആദം അലൈഹിസ്സലാം വന്നിറങ്ങുന്നത്. ആ മലയുടെ പേരാണ് ആദം മല. നമ്മുടെ പൂർവ്വപിതാവ് വന്നിറങ്ങിയ മല നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ മുകളിലാണ് ആദം അലൈഹിസ്സലാം വന്നിറങ്ങുന്നത്. ആദം മല ഇവിടെ വന്നിറങ്ങുന്നു. അവിടെ ഇപ്പോഴും മഹാനായ ആദം അലൈഹിസ്സലാമയുടെ കാൽപാദമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആ സ്ഥലത്ത് മഹാനവറുകളുടെ കാൽപാദമുണ്ട്. ഈ പറയപ്പെടുന്ന സ്ഥലത്തുള്ള സയ്യിദന ആദം അലൈഹിസ്സലാമയുടെ കാൽപാദമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത്. ഈ കാൽപാദം സന്ദർശിക്കുക, ഈ ആദം മല സന്ദർശിക്കുക എന്ന ഉദ്ദേശത്തിലാണ് മഹാരഥന്മാരായ സ്വഹാബത്ത് കടന്നു വന്നത്. അങ്ങനെ ഇടത്താവളം എന്ന രീതിയിൽ ഇന്ത്യയുടെ മൂലയായ, പടിഞ്ഞാറേ മൂലയായ കേരളത്തിലേക്ക് അവർ ഒന്ന് കടന്നു വന്നതാ. കേരളത്തിൽ പ്രബോധന ഉദ്ദേശം വന്നതല്ല. ഈ ശ്രീലങ്കയിലുള്ള ആദം മല സന്ദർശിക്കാൻ, ബറക്കത്തെടുക്കാൻ സ്വഹാബത്ത് പോയ പോക്കിനിടയിൽ കേരളക്കരയിൽ ഒന്ന് ഇറങ്ങിയതാണ്. അതാണ് വരവ്. പക്ഷേ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനാവശ്യാർത്ഥം വന്ന ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് കേരളക്കരയിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിച്ച വ്യക്തിത്വം എന്ന നിലയിൽ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവെ നാം സ്മരിക്കുന്നു. അതിന് മുൻപ് ഇങ്ങനെ ചെറിയ സംഭവം കൂടി ഉണ്ട് എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നെ അതിശയിപ്പിച്ച വസ്തുത, ഈ പറയപ്പെട്ട ആദം അലൈഹിസ്സലാമയുടെ കാൽപാദം ക്രിസ്തീയ സഹോദരന്മാർ ഇത് സന്ദർശിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ പോകുന്നുണ്ട്, ഹൈന്ദവർ പോകുന്നുണ്ട്, ബുദ്ധന്മാർ പോകുന്നുണ്ട്. ഒരേ സ്ഥലം, ഒരേ കാല്, ഒരേ കാൽപാദത്തിന്റെ സ്ഥലം. ഹൈന്ദവ സഹോദരങ്ങൾ ഇതിനിട്ട പേരെന്താ? ശിവനടി പാദം. ഇപ്പോഴും പോവാണ് അവർ അവരുടേതായ ഒരു സിയാറത്ത്. മുസ്ലിമീങ്ങൾ പോയിട്ട് ബർക്കത്തെടുക്കുന്നുണ്ട്. സ്വഹാബത്ത് വന്ന സ്ഥലമാണ്. ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്നു അത് ആദം പ്രവാചകന്റെ കാൽപാദമാണ്. ബുദ്ധമതക്കാരോ അത് ശ്രീബുദ്ധന്റെ കാൽപാദമാണ്, അവരിട്ട പേരോ ശ്രീപാദം. ഹൈന്ദവ സഹോദരങ്ങൾ അതിനെ വിളിക്കുന്നു ശിവനടി പാദം. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു മഹാനായ ആദം അലൈഹിസ്സലാമയുടെ കാൽപാദം
ക്രൈസ്തവർ വിശ്വസിക്കുന്നു ആദം പ്രവാചകന്റെ കാൽപാദം ഒരേ സ്ഥലം. മുസ്ലിമീങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും ഈ കാൽപാദത്തെ ആരാധിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളോ ബറക്കത്തെടുക്കാൻ പോകുന്നു, അതിനെ ആദരിക്കുന്നുണ്ട്. ഒരു ബുദ്ധ സഹോദരൻ അവിടെ ആ കാൽപാദത്തെ ആരാധിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. മുസ്ലിമീങ്ങൾ മുഴുവനും ആ കാൽപാദം അത് പോയി കാണാൻ അവസരം കിട്ടിയവരൊക്കെ ഒരു ബറക്കത്തെടുക്കാൻ പോവാണ്. എൻ്റെ വാപ്പ ചവിട്ടിയ സ്ഥലമാണ്. ആ കാൽപാദത്തെ ആദരിക്കുന്ന രംഗം കാണാം. ബാക്കിയുള്ളവരോ ആരാധിക്കുന്നു. സംഭവം വളരെ സിമ്പിളാണ്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സൂചനകൾ മതിദാനും. ഇങ്ങനെ നാം ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് സ്വഹാബത്ത് അവിടെ കടന്നു വന്നത് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ കടന്നു വന്ന സ്വഹാബത്ത് ഇടത്താവളം എന്ന രീതിയിലാണ് ഈ പറയപ്പെട്ട സ്ഥലത്ത് വന്നത്. അങ്ങനെ കേരളത്തിലേക്ക് കടന്നു വന്ന സ്വഹാബത്ത് കേരള മണ്ണിൽ വരികയും അങ്ങനെ ചേരമാൻ പെരുമാൾ രാജാവുമായി നേരിട്ട് കാണുകയും നബിതങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അള്ളാഹിന്റെ റസൂലിനെ പറ്റി നബിതങ്ങളുടെ ആ പേരങ്ങ് പറഞ്ഞപ്പോൾ മീമിൽ തുടങ്ങിയിട്ട് ദാലിൽ അവസാനിക്കുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരങ്ങ് കേട്ടപ്പോൾ തന്നെ രാജാവിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഹുബ്ബങ്ങ് വരാൻ തുടങ്ങിയെന്നാ. എനിക്കൊന്ന് വരണമല്ലോ, എനിക്കൊന്ന് കാണണമല്ലോ എന്നൊരാഗ്രഹം, വല്ലാത്തൊരു സ്നേഹം ഉള്ളിൽ നിന്ന് വരണം. അള്ളാഹ് അങ്ങ് ഇട്ടു കൊടുക്കുകയാണ് ഹുബ്ബ്. വെറുതെ എന്നത് കിട്ടൂല, പെട്ടെന്ന് ഹുബ്ബങ്ങ് വരികയാണ്. മനസ്സിലാക്കണം. അങ്ങനെ അവിടെ വെച്ചൊരു എഗ്രിമെന്റ് വെക്കാണ്, നിങ്ങൾ ആദം മല സന്ദർശിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ ഇവിടെ വരണം, ഞാനും കൂടി നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്നങ്ങ് പറയാണ്. അങ്ങനെ എഗ്രിമെന്റ് ഓക്കെ ആക്കിക്കൊണ്ട് അവർ പോകുന്നു. തിരിച്ചു വരുന്ന വഴിയിൽ ഈ 12 അംഗ സംഘം, 11 സ്വഹാബത്തും പിന്നീട് മഹാനായ തമീമുൽ അൻസ്വാർ റളിയല്ലാഹു അൻഹുവും കൂടിയിട്ട് പിന്നീട് തിരിച്ചു വരുമ്പോൾ അതിൽ തമീമുൽ അൻസ്വാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു 5 പേർ അവിടെ നിന്ന് ഗുജറാത്ത് ഭാഗത്തേക്ക് പോയിട്ട് പിന്നീട് കിഴക്കൻ പ്രദേശങ്ങളായ ചൈന, ഇന്തോനേഷ്യ, മലേഷ്യ പോലെയുള്ള, സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോയി എന്നും അവിടെ ഇസ്ലാമിക പ്രബോധന ആവശ്യാർത്ഥം അവർ സഞ്ചരിച്ചുവെന്നും അവിടെ ഒക്കെ ഇസ്ലാം എത്തിയത് നമ്മുടെ കൊച്ചു കേരളക്കരയിൽ വന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലൂടെ പിന്നീട് അങ്ങോട്ട് കിഴക്കോട്ട് പോയതാണ് എന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവസാനം തമീമുൽ അൻസ്വാർ റളിയല്ലാഹു അൻഹു കറങ്ങി പിന്നീട് തിരിച്ച് ഇന്ത്യയിൽ തന്നെ തമിഴ്നാട് ഭാഗത്ത് എത്തിച്ചേരുന്ന രംഗമുണ്ട്. ഇങ്ങനെ ഒരു കറക്കം കഴിഞ്ഞിട്ട് മഹാനായ തമീമുൽ അൻസ്വാർ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ ഇന്നും ചെന്നൈയിലുണ്ട്. തമീമുൽ അൻസ്വാർ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ ചെന്നൈയിലാണ്. അങ്ങനെ ഒരു 5ഓളം സംഘം അങ്ങനെ പോയി. ബാക്കി വന്ന 7ഓളം പേർക്കൊപ്പം, ഈ 7ഓളം പേർക്കൊപ്പം ഈ പറയപ്പെട്ട രാജാവ്, ചേരമാൻ പെരുമാൾ രാജാവ്, അള്ളാഹിന്റെ റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് നേരെ അവിടെ നിന്ന് യാത്ര ചെയ്യാണ്. ഇവരുടെ കൂട്ടത്തിൽ പൈക്കപ്പലേറിക്കൊണ്ട് സൗദിയിലേക്കുള്ള യാത്ര. ആ പോകുന്ന പോക്ക് നാം ഓർക്കണം. നിബിതങ്ങളെ അങ്ങ് കാണണം എന്നുള്ള ആഗ്രഹമാണ് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വന്നത്. അള്ളാഹുവിനെ പറ്റിയുള്ള അറിവല്ല, ദീനുൽ ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടല്ല. ഇന്ന് യൂറോപ്യൻ ശാസ്ത്രകാരന്മാർ ശാസ്ത്രം പഠിച്ച് ഇസ്ലാമിലേക്ക് വരുന്നത് പോലെയുള്ള സംവിധാനങ്ങളുമില്ല. ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ ചേരമാൻ പെരുമാൾ രാജാവിന് കാരണമായത് അത് അള്ളാഹിന്റെ റസൂലിനോടുള്ള ഹുബ്ബാണ്, ഹുബ്ബുർ റസൂലാണ്, മുഹബ്ബത്തുർ റസൂലാണ്. ആ പോകുന്ന പോക്കിൽ നബിതങ്ങൾക്ക് കാണിക്ക വെക്കുവാൻ കേരളത്തിലെ രാജാവാണ്. ആർഷ ഭാരതത്തിന്റെ സിദ്ധാന്തം അന്തി ഉറങ്ങുന്ന മണ്ണിൽ നിന്നും ഒരു മഹത് വ്യക്തിത്വത്തെ കാണാൻ പോകുമ്പോൾ ഒരു ഹദിയ കൊടുക്കണമല്ലോ, ഒരു കാണിക്ക വെക്കാൻ വേണ്ടി ഒരു സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പറയാമോ എന്താന്ന്? ആർക്കെങ്കിലും പറയാമോ? അള്ളാഹിന്റെ റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോ ചേരമാൻ പെരുമാൾ രാജാവ് ഇന്ന് കൊണ്ടുപോകുന്ന സാധനം എന്താ? അച്ചാറാണ്. നിബിതങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, അള്ളാഹിന്റെ റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഹിദായത്ത് കിട്ടിയ രാജാവ് കൊണ്ടുപോയത് എന്താ? അച്ചാറായിരുന്നു. ഇതാരാ പറയുന്നേ? മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, കേരളക്കരയിലെ രാജാവ് അള്ളാഹിന്റെ റസൂലിനെ കാണാൻ വന്ന രംഗം മനോഹരമായി കൊണ്ട് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി മഹാനായ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്നു. കേരളക്കരയിൽ നിന്ന് രാജാവ് നബിതങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഭരണി ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. തൊട്ടടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആ ഭരണിയുടെ ഉള്ളിൽ അച്ചാറായിരുന്നു, അതിൽ ഇഞ്ചി ഉണ്ടായിരുന്നു. നബി തങ്ങൾ അതിൽ ഒരെണ്ണം എടുത്തു കഴിച്ചു, ഒരെണ്ണം എനിക്കും തന്നു. എത്ര സുന്ദരമായ രേഖയാ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി മഹാനായ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്ന വസ്തുത. കേരളക്കരയിലെ രാജാവ് അള്ളാഹിന്റെ റസൂലിനെ കാണാൻ വന്ന ചരിത്രം സുന്ദരമായി കൊണ്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതിൽ ഒരെണ്ണം എനിക്കും തന്നു. അവിടെ വെച്ചുകൊണ്ട് ആ ഇഞ്ചിയുടെ പ്രാധാന്യം നബി തങ്ങൾ എടുത്തു പറഞ്ഞ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഞ്ചിയുടെ പ്രാധാന്യം അള്ളാഹിന്റെ റസൂൽ എടുത്തു പറഞ്ഞ ചരിത്രം. ഈ ഇഞ്ചി ഈ കേരളത്തിലെ വിഭവമാ, ഇന്ത്യയിലെ വിഭവമാ ഏറ്റവും അധികം സുന്ദരമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു വസ്തുതയുണ്ട്. ഈ ഇഞ്ചിക്ക് ഇസ്ലാമുമായി ബന്ധമുണ്ട്. എന്താ ബന്ധം എന്നറിയോ? ഈ ലോകത്തേക്ക്, ഭൂമി ലോകത്തേക്ക് സയ്യിദന ആദം അലൈഹിസ്സലാമയെ പറഞ്ഞു വിട്ടപ്പോൾ
സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട വിഷമം കൊണ്ട് മഹാനായ ആദം അലൈഹിസ്സലാം കരഞ്ഞത് 300 കൊല്ലമാണ്. 300 കൊല്ലം ഈ ഭൂമിയിൽ കരഞ്ഞു. അതിൽ കൂടുതൽ സമയവും ഇന്ത്യയിലാണ് താമസിച്ചത്. ഇന്ത്യയിലായിരുന്നു മഹാനവറുകൾ കൂടുതൽ ഉണ്ടായിരുന്നത്. 900 വർഷങ്ങൾക്ക് മേൽ 1000 വർഷങ്ങൾക്ക് മേലായിരുന്നു ആയുസ്. മഹാനവറുകളുടെ ആയുസ് 1000-ന് മേൽ. പൊക്കമാണെങ്കിലോ 30 അടിയോളം പൊക്കം. തെങ്ങിന്റെ അത്രയും പൊക്ക ആദം അലൈഹി സ്വലാമിയുടെ പൊക്കം. ഇപ്പൊ കാൽപാദം മറ്റേ പാറയുടെ മുകളിൽ കാണുമ്പോൾ ഇത്രയും വലിയ കാലുണ്ടോന്നും ചിന്തിക്കണ്ട. സ്വർഗത്തിൽ എല്ലാവർക്കും ആദം അലൈഹി സ്വലാമയുടെ പൊക്കവും ഈസാ അലൈഹി സ്വലാമയുടെ പ്രായവുമാണ് 33 വയസ്സ്. എല്ലാവർക്കും 33 വയസ്സ്. എത്ര സുന്ദരം. പാപ്പാക്കും മോനൊക്കെ ഒരേ വയസ്സ്. എന്തൊക്കെ ആസ്വദിക്കുക. 30 അടി പൊക്കമാണ്. ആദം അലൈഹി സ്വലാമയുടെ പൊക്കമാണ് സ്വർഗ്ഗലോകത്ത്. എന്തിനാ? അള്ളാഹു അലം. എനിക്ക് തോന്നുന്നു എല്ലാം കാണാൻ വേണ്ടിയായിരിക്കും. കാഴ്ചയൊക്കെ കാണാൻ ഇത്ര പൊക്കം വേണം. അതുകൊണ്ടായിരിക്കും. അള്ളാഹു അലം. അള്ളാഹു ആ സ്വർഗ്ഗലോകത്തിൽ നമ്മെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അങ്ങനെ ഈ ഭൂമി ലോകത്തേക്ക് വന്ന മഹാനായ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും സ്വർഗം നഷ്ടപ്പെട്ട വിഷമത്തിൽ കരഞ്ഞത് 300 കൊല്ലമാ. ആ 300 കൊല്ലം കരഞ്ഞ മഹാനായ ആദം അലൈഹിസ്സലാമയുടെ കണ്ണുനീരിൽ കിളിർത്ത 3 സാധനങ്ങളുണ്ട്.